മത്തായിച്ചൻ നല്ലപോലെ പാടും. പുള്ളി സ്ഥിരം പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. പടന്ത കായലരികത്ത് വലയെറിഞ്ഞപ്പം വല കിളുക്കിയ സുന്ദരി എന്നും പാടിക്കൊണ്ടാ സന്ധ്യയ്ക്ക് വീട്ടിൽ പോന്നേ. ഷട്ടൊക്കെ ഊരി കറക്കിയാണ് പോന്നേ. അപ്പോൾ എല്ലാവർക്കും മത്തായിച്ചനെ നല്ലപോലെ അറിയാം. കാലം കുറച്ച് പോയപ്പം മത്തായിച്ചൻ മരിച്ചുപോയി. മത്തായിച്ചൻ മേളിൽ ചെന്നപ്പോൾ നരകത്തിലോട്ടും സ്വർഗത്തിലോട്ടും, ഇത് നിങ്ങൾ വേദോസത്തിൽ തപ്പരുത്, അവിടെ ഒന്നും കാണത്തില്ല. അപ്പം നരകത്തിലോട്ടും സ്വർഗത്തിലോട്ടും ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുക പത്രോസ്. അന്നൊരു അബദ്ധം പറ്റി. ഒരിടത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ ഒത്തിരി പേര് ഒന്നിച്ച് മരിച്ചു. എല്ലാവരുടെയും ആത്മാക്കൾ അവിടെ കിടന്ന് തിക്കും തിരക്കും നടത്തുക. അപ്പം കുറേ മത്തായി ഉണ്ടായിരുന്നു. MM മത്തായി ഉണ്ടായിരുന്നു, MC മത്തായി ഉണ്ടായിരുന്നു, MA മത്തായി ഉണ്ടായിരുന്നു, പിന്നെ മത്തായി ചാൻ ഉണ്ടായിരുന്നു, മാത്തിച്ചാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ നമ്മുടെ അടിച്ചു പൊളിച്ച് കായലരികത്ത് വലയെറിഞ്ഞപ്പം പാടിയ മത്തായിച്ചന് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തു. സ്വർഗത്തിൽ ടിക്കറ്റ് കൊടുത്തപ്പം മത്തായിച്ചൻ സ്വർഗത്തിൽ ചെന്നു. പക്ഷെ മത്തായിച്ചൻ ആകെ അങ്ങ് ബോറായി. കാരണം അവിടെ ചെന്നപ്പോൾ അബ്രഹാം പിതാവും ഇസാക്ക് പിതാവും യാക്കോബും പുതിയ വിശുദ്ധന്മാരും എല്ലാവരും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. പിന്നെ ഹാലേലൂയ കോറസ്, അത് നീട്ടിപ്പാടും, കുറുക്കിപ്പാടും, ശക്തിപ്പാടും, കര ഉയർത്തിപ്പാടും, മുട്ടു. ഇതൊക്കെ കേട്ടപ്പം പുള്ളിക്കാകെ ബോറായി. പുള്ളി ഇങ്ങനെ ബോറടിച്ചിരിക്കുക. ആരാ മത്തായിച്ചൻ. അപ്പം പുള്ളി കണ്ണാടി കൂടെ നോക്കിയപ്പോൾ അപ്പുറത്തൊരു ഭയങ്കര അപ്പുറത്ത് ഭയങ്കര കണ്ണാടിക്ക് ഒരു ഭിത്തി, കണ്ണാടി കൊണ്ടിട്ട ഒരു ഭിത്തിക്കപ്പുറത്ത് മക്കളെ, ഭിത്തിക്കപ്പുറത്ത് അടിപൊളി പാട്ട് നടക്കുക. DJ ഡാൻസാണ് നടക്കുന്നത്. DJ ഡാൻസ് പാടി അവർ അടിച്ച് പൊളിച്ച് പാട് കിടന്ന അപ്പുറത്ത്. എവിടെ? അപ്പുറത്ത്. മാത്രമല്ല നല്ല മിടിൻ്റെ ഒപ്പമൊക്കെ ഇട്ട പെൺപിള്ളേരെ സ്കോച്ച് വിസ്കിയൊക്കെ കൊണ്ടൊക്കെ എടുക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ചുമന്ന, നല്ല തിളങ്ങുക. കൂതറ സാധനമൊന്നും അല്ല, ഒറിജിനൽ സാധനമാണ്. എവിടെ നിന്ന് കൊണ്ടുവന്ന പാരീസിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത സാധനം. ഇതൊക്കെ അങ്ങോട്ട് മേടിച്ച് എല്ലാവരും സിപ്പ് ചെയ്ത് അങ്ങനെ നല്ല ഡാൻസൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. മത്തായിച്ചൻ പത്രോസിനോട് ചോദിച്ചു, അതെന്താണെന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, അതാണ് നരകമെന്ന് പറഞ്ഞു. മത്തായിച്ചൻ പത്രോസിൻ്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നും പത്രോസ് അപ്പോസ്തലനാ, അങ്ങേക്കും തെറ്റുപറ്റി, എനിക്കും തെറ്റുപറ്റി. ഇവിടെ എനിക്ക് ബോറാ, അവിടെ എന്തോ രസമാണ്, എന്നെ അങ്ങോട്ടങ്ങ് വിട്ടേക്കാന്ന് ചോദിച്ചു. പത്രോസിന് ഭയങ്കര സന്തോഷമായി മക്കളെ. കാരണം ഇതിൻ്റെ പേര് ഇന്ന് വൈകിട്ട് കർത്താവ് താടിക്ക് പിടിക്കും. കാരണം തെറ്റി ഉത്തരവാദിത്തബോധം കുറവ് കൊണ്ടാണ് ഇപ്പുറത്ത് കയറ്റി വിട്ടെ. പത്രോസ് പറഞ്ഞ്, വലിയ കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ മത്തായിച്ചൻ എവിടെ ചെന്നു? അപ്പുറത്ത് ചെന്ന് സ്കോച്ച് എടുത്ത് മക്കളെ. പിന്നെ മത്തായിച്ചൻ ഇങ്ങനെ ഡാൻസ് ചെയ്ത് അങ്ങനെ പോയി. അതിനിടയ്ക്ക് വേടൻ്റെ പാട്ട് പാടി, അതിനിടയ്ക്ക് മറ്റേ പാട്ട് പാടി. പുള്ളി ഇങ്ങനെ നല്ല പാടി ഇങ്ങനെ എന്തോ പാടിയെന്നറിയാം, കട്ടച്ചോര കൊണ്ട് സർപ്പത്തടിച്ച് അങ്ങോട്ട് പാടി ഇങ്ങനെ പുള്ളി ഇങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മത്തായിച്ചൻ്റെ കാല് തെന്നിപ്പോയി മക്കളെ. കാല് തെന്നിയപ്പം ചെന്ന് വീണ എവിടെ? തീക്കുണ്ടത്തില്ല. അപ്പോൾ പൊങ്ങി വന്നപ്പോൾ അവിടെ ഒരു ദൂതൻ നിൽക്കും. ദൂതനോട് ചോദിച്ചു, ഇതെവിടാന്ന് ചോദിച്ചാൽ പറഞ്ഞു, നരകമാണെന്ന് പറഞ്ഞു. അപ്പം മറ്റേതോ ഞാൻ മേളിൽ കണ്ടതോ അത് നരകത്തിൻ്റെ റിസപ്ഷനാണെന്ന് പറഞ്ഞു. നരകത്തിൻ്റെ റിസപ്ഷൻ ഭയങ്കര രസമാണ്, അടിപൊളിയാ മക്കളെ. എന്താണെന്നറിയാവോ? അവിടെ DJ ഡാൻസ് ഉണ്ട്, അവിടെ DJ പാർട്ടിയുണ്ട്, അവിടെ ഇച്ചിരി വല്ലപ്പോഴും അടിക്കാം. പിന്നെ അവിടെ ഇങ്ങനെ സിനിമയുണ്ട്, എന്തെല്ലാം ഉണ്ട്, ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കാം. പക്ഷേ ഇപ്പുറത്തൊരു പ്രശ്നം, ഭയങ്കര ബോറാ മക്കളെ, ഭയങ്കര ബോറാ. എന്തോ ബോറാണ്. ഞങ്ങളുടെ പിള്ളേർ ഈയിടയ്ക്ക് എന്നോട് ചോദിച്ചാൽ, എന്തുവാ അപ്പാ അച്ചാ ഇത്, എന്തുവാ അച്ചാ ഇത്? എല്ലാ ക്യാമ്പിനും ഒരു ഒന്നിൽ കാത്തിരിപ്പ്, അല്ലേ ക്യാമ്പ്, അല്ലേ ഉപവാസ പ്രാർത്ഥന, അല്ലേ കൺവെൻഷൻ, ഒരു പരിപാടിയും വേറെ ഇല്ലേ? അപ്പം നമുക്കിത് ബോറായി പോവല്ലേ? ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അങ്ങനെ ഈ വഴിക്കൊരു പ്രശ്നമുണ്ടേ. ഈ വഴി ഭയങ്കര ഞെരുക്കമുള്ള വഴിയാണ്. ഇത് കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ്. ഇവിടെ വീതി കുറവാണ്. മറ്റേ വഴിയോ എന്നെ പോക്കാ പോകുന്നറിയോ? എന്നെ വീതിയാണെന്നറിയാം. അടിച്ച് പൊളിക്കട മക്കളെ, ഭയങ്കര രസമുള്ള വഴിയാണ്. ഈ വഴിയോ ഭയങ്കര പാടാണോ? സിനിമയ്ക്ക് കാണും പോയെന്ന് ഇറങ്ങി വരുന്ന കാണും കണ്ടെങ്കിൽ
പിറ്റേ ദിവസത്തെ പ്രസംഗത്തിൽ പാസ്റ്റപ്പച്ചൻ കുത്തുന്ന മുഴുവൻ എന്തിനെക്കുറിച്ചായിരിക്കും? സിനിമ. ഇനി ഗതികേട് ഇങ്ങനെ കാണും. ഓണത്തിന് വടം വലിച്ചെങ്കിൽ തീർന്നില്ലേ, അടുത്ത വിഷയമായി. പിന്നൊന്ന് എവിടെങ്കിലും എന്തെങ്കിലും ഒരു കല്യാണത്തിനോ വല്ലതും പോയിട്ടൊരു ഡാൻസ് ചെയ്താൽ അതും പ്രശ്നമല്ലേ. പിന്നെ കാണാൻ ഒരുങ്ങിപ്പോയെങ്കിൽ തീർന്നില്ലേ. അപ്പം ഈ വഴി വളരെ എന്തുള്ളതാണ്? ഞെരുക്കമുള്ളതാണ്. ഈ ഞെരുക്കമുള്ള പാതയിൽ പോകുന്നവരും ചുരുക്കുക. ഞെരുക്കമുള്ള പാതയിൽ പോകുന്നവ ആരാ? ചുരുക്കുക. ഇഷ്ടം പോലൊക്കെ ജീവിക്കാൻ ഒക്കുവോ? ഇല്ല. ഒക്കുവോ? ഇല്ല. ഞാൻ 2 കഥ പറയാം. ഈ വഴിയുടെ പ്രശ്നം. എന്നെ ഒരു ദിവസം ഞങ്ങളുടെ റാന്നിക്കാർ നല്ലപോലെ അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര സ്നേഹമാണ്. നല്ല മനുഷ്യരാണ് റാന്നിക്കാർ. അടിച്ചു കഴിഞ്ഞാൽ സ്നേഹം കൂടും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ചില പേര് കുടിക്കാൻ അനുവദിക്കുന്നുണ്ട്. കുടിച്ച് അച്ഛന് ഭയങ്കര സ്നേഹമാണെന്നാണ് പറയുന്നത്. എന്നാലും സ്നേഹക്കാരാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളെ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് അളിയാന്നാണ്. ശരി, അടിച്ചാൽ പിന്നെ എല്ലാവരും ആരാ? അളിയനാ. അങ്ങനെ എനിക്ക് കുറേ അളിയന്മാരുണ്ട്, അടിക്കുന്ന അളിയന്മാരാ. അതിലൊരളിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയാ അത്യാവശ്യമായിട്ട് റാന്നി വരെ വരണം. ഞാൻ ദൂരത്തേക്ക്. ഞാൻ ചോദിച്ചു എവിടെ? ഇട്ടിപ്പാറേ. ഞാൻ പറഞ്ഞു ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തിട്ട് അളിയാ നമുക്ക് സമയമില്ല, വെറുതെ ചുമ്മാ കൂതറ സാധനമൊക്കെ അടിച്ചിട്ട് എന്നെ വിളിക്കരുത്. എന്തോ കാര്യം? എൻ്റെ അളിയൻ ഇവിടം വരെ വന്നേ. എവിടെ? ഇട്ടിപ്പാറയ്ക്ക്. എന്നെ അളിയ കാര്യം? അളിയൻ പറഞ്ഞു നിങ്ങളുടെ സഭയിൽ വരുന്ന ഇന്നാര് ബിവറേജ് കോർപ്പറേഷൻ്റെ നിപ്പുണ്ട്. നമ്മുടെ ഒരു സഹോദരനാ. സാധനം മേടിക്കാൻ വല്ലപ്പോഴും അടിക്കുന്നുള്ളൂ. നല്ല മനുഷ്യനാണ് കേട്ടോ, വളരെ നല്ല മനുഷ്യനാണ്. നമുക്കൊരാവശ്യം വന്നാൽ പുള്ളിയേ ഉള്ളൂ, അത് വേറെ കാര്യം. കഞ്ഞി വെക്കണേ പുള്ളി കാണും, പോസ്റ്റർ ഒട്ടിക്കണേ പുള്ളി കാണും, ഇനി 2 അടി കൊടുക്കണതിനും പുള്ളി കാണും, മൂർക്കം പാമ്പ് വീട്ടിൽ കയറിയ തല്ലി കൊല്ലണതിനും പുള്ളി വേണം. പക്ഷെ വല്ലപ്പോഴും ഇച്ചിരി അടിക്കുമെന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അളിയൻ ഇപ്പം വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അളിയാ വന്നേക്കാം, ഒന്നിൽ എന്നെ കാണട്ടെ, പിന്നെ ഒന്നിൽ രക്ഷപ്പെടും, അല്ല വരത്തില്ല. വൈദവേ അളിയൻ എവിടാ? പുള്ളി എണ്ണ പറഞ്ഞു ആ ക്യൂബിൽ ഞാൻ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. ആ ക്യൂബിൽ ഞാൻ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ അളിയൻ പറഞ്ഞ കാര്യം, എനിക്കിവിടെ നിൽക്കാം, പക്ഷേ ഇവനിവിടെ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. ഗതികേടിന് അവൻ ശാനപ്പെട്ടു പോയി. അതുകൊണ്ട് അവനിവിടെ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. അതാണ് ഈ വഴിയുടെ കുഴപ്പം. ഈ വഴിക്ക് ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട്. എല്ലാവർക്കും നിൽക്കാം, നമുക്ക് ഒക്കുവോ? എല്ലാവർക്കും നിൽക്കാം, നമുക്ക് ഒക്കുവോ? മക്കളെ? ഇല്ലടോ മക്കളെ, അതാണ് ഈ വഴിയുടെ പ്രശ്നം. ഈ വഴിയെ പോണോ? വേണ്ട അല്ലേ? വേണോ? ഭയങ്കര ഞെരുക്കുവാടാ മക്കളെ. ഇനി 2ാമത്തെ ഒരു കഥ പറയാം. അത് വേറൊരാൾ പറഞ്ഞ കഥ, കേട്ട കഥയാണ് കേട്ടോ. കൊച്ചിനിപ്പം പോണോ? അവൾ സത്യസന്ധമായിട്ട് ആദ്യം ഉത്തരം പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ 2ാമത് ആലോചിച്ചിട്ട് ഏതായാലും നീ വഴി. അടുത്ത കാര്യം പറയണം മക്കളെ. നമ്മുടെ ഒരു മഞ്ഞളി അച്ഛനുണ്ട്. ഞാൻ ആ കഥ ഒത്തിരി അടുത്ത് പറയാം, നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും ആ കഥ. എന്നാലും കേട്ടിട്ടുണ്ടോ? ഇല്ല. മഞ്ഞളി അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്, കരിസ്മാറ്റിക് അച്ഛനാണ്, നല്ല അച്ഛനാണ്. പുള്ള പ്രസംഗം കേൾക്കാൻ നല്ല രസമാണ്, നല്ലൊരു ഭാഷയൊക്കെ രസമുള്ള ഒരു സ്ലാങ്ങാണ്. ഞാൻ വല്ലപ്പോഴും അച്ഛനെ കേൾക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അച്ഛൻ ഇങ്ങനെ മറൈൻ ഡ്രൈവിൽ പോയിരിക്കുക. മറൈൻ ഡ്രൈവ് അറിയാമോ? എവിടാ? എവിടെ? കൊച്ചിയില്ല. മറൈൻ ഡ്രൈവിൽ എന്തിനാ പോകുന്നേ? മറൈൻ ഡ്രൈവിൽ പോകുന്ന പലരും പെണ്ണും ചെറുക്കനും കൂടെ പോയിരിക്കുന്ന ഒരു സ്ഥലമാണ്. സന്ധ്യ ആകുമ്പോഴത്തേന് അവിടെ ഒത്തിരി കിളികൾ വന്നിരിക്കും, ആണും പെണ്ണും. കിളി അറിയാമല്ലോ? വൈദവേ കിളി അറിയാവോ? നമ്മുടെ നാട്ടിൽ വേറൊരു കിളിയുണ്ട്. ആരാ? ബസ്സേല്. എന്തിനാ പേരിട്ടെന്നറിയാമോ? ലൈവ് ആയതുകൊണ്ട് ചെറിയ പേടി, എന്നാലും പറയാ ഒത്തിരി പെൺപിള്ളേരെ കിളി കൊണ്ടുപോയി. കയറട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവത്തെ തൂങ്ങിയൊക്കെ നിൽക്കുമ്പോൾ ഇവളോർത്ത് ഈ പുള്ളി വലിയ സംഭവമാണേ. കയറട്ടെ എന്നൊക്കെ പറയുമ്പോഴേ എനിക്കറിയാതെ എത്ര എണ്ണത്തെ കൊണ്ടുപോയൊരു പാർട്ടി ആരാ? കിളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വഴക്കുണ്ടാക്കല്ല, ഞാൻ ചുമ്മാ തമാശ പറയുന്നവല്ല. പിള്ളേരൊന്ന് ശരിയാകാൻ വേണ്ടി. നല്ല മനുഷ്യരെ, അവർ ഓടിയല്ലേ അവർ കയറുന്നേ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഓടിക്കയറത്തില്ലേ? എന്നോ സാഹസികതയാണ്. ഇവരെ കൊണ്ട് വല്ല ഓടെ ഉപദേശിമാരൊക്കെ ഉരുണ്ട് വീഴത്തില്ലേ? കിളിയാണെ ഓടിക്കയറും, നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങും, ഡോറെ തൂങ്ങി കിടക്കും. അതാണ് കിളി. ഏതായാലും ആ കിളിയല്ല ഈ കിളി, മറ്റേ കിളി. 2 പേരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന കുറേ കിളികൾ. അതിനിടയ്ക്കൂടെ മഞ്ഞളി അച്ഛൻ ഇങ്ങനെ നടക്കുകയാണ്, കുപ്പായൊക്കെ ഇട്ട്, കൊച്ചച്ഛനാ. അപ്പം നടന്നപ്പോളേ ഒരു കൊച്ചി ചെറുക്കനൊരു പെണ്ണുമായിട്ടിരിക്കുക. അവൻ അച്ഛനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അച്ചോ ഇങ്ങനെ വിളിക്കുക. അച്ഛനങ്ങ് ദേഷ്യം കയറി കേട്ടോ. മുട്ടയെന്ന് വിരിയാത്തവൻ അച്ചോ കൂയിന്ന് വിളിക്കുക. അച്ചോ ശരിയാണോ മോനെ? അത് ഒരച്ഛനെ അങ്ങനെ വിളിക്കാമോ? മോശമല്ലേ? അച്ചോ കൂയിന്ന് വിളിച്ചേ.
ഈ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴെല്ലാം ഇവൻ അച്ഛോ കുയ്, അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. അച്ഛനങ്ങ് കലി കയറി. പിന്നെ വല്ലതും പറയാൻ നോക്കും. അച്ഛൻ അങ്ങ് ക്ഷമിച്ചു. അച്ഛൻ പിന്നെ നടത്തം നിർത്തി ഇങ്ങനെ പോന്നു. അച്ഛൻ വൈകിട്ട് ബിഷപ്പ് ഹൗസിൽ വന്നപ്പോൾ അച്ഛന്മാരെല്ലാം കൂടി ഇരിക്കുക. അപ്പോൾ ഒരു വലിയച്ഛൻ്റെ അടുത്തിരിക്കുക. അച്ഛൻ പറഞ്ഞ കഥയാണ്, ഞാൻ ഏറ്റു പറയുക. അച്ഛൻ പറഞ്ഞ ഏതാണ്ട് അതുപോലെ. ഈ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ മഞ്ഞളി അച്ഛൻ വലിയച്ഛനോട് പറഞ്ഞു, അച്ഛോ ഞാനിന്ന് മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയി. എന്നിട്ട് മൊട്ടയെന്ന് വിരിയാത്തൊരു പീക്കിരി ചെറുക്കൻ അവൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അച്ഛോ ഹൂയ് ഹൂയ് എന്ന് വിളിക്കുക. എന്നിട്ട് എന്തോ ചെയ്യാൻ ഒറ്റ ഹാറ്റി ഞാനങ്ങ് കൊടുക്കട്ടെ എന്ന് ഓർത്തു. എന്നിട്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. വരും പറയാനൊക്കെ കുപ്പായില്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ പോകുന്നു. ഓ ശരി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ വലിയച്ഛൻ കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് ചോദിച്ചെന്ന്, മഞ്ഞളിയെ, എടോ മഞ്ഞളിയെ, താനെന്തിനാ മറൈൻ ഡ്രൈവിൽ പോയെ? അപ്പോൾ മഞ്ഞളിയച്ഛൻ പറഞ്ഞ് കാറ്റ് കൊള്ളാൻ പോയാന്ന് പറഞ്ഞു. ബാക്കി കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് ഈ വലിയച്ഛൻ പറഞ്ഞു, മഞ്ഞളിയെ, എല്ലാ കാറ്റും നമുക്ക് കൊള്ളാനും കൊള്ളത്തില്ല. എല്ലാവർക്കും കാറ്റ് കൊള്ളാം, നമുക്ക് കാറ്റ് കൊള്ളാൻ ഒക്കുവോ? ഇല്ല. എല്ലാ കാറ്റും നമുക്ക് കൊള്ളാൻ ഒക്കുവോ? ഇല്ല. അതിൻ്റെ പേരാണ് എന്ത്? ഈ വഴി വളരെ ഞെരുക്കമുള്ളൊരു വഴിയാണ്. കുറേ പാസച്ചായന്മാരും എല്ലാം കൂടെ, എൻ്റെ അപ്പായിയുണ്ട്, റാന്നിയിൽ കൂടെ വരിക. അപ്പോൾ റാന്നിയിൽ അന്നൊരു ബാറ് തുടങ്ങി. ആ ബാറിനോട് ചേർന്ന് എന്തോ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ. ആ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറി. അപ്പോഴേ എൻ്റെ അപ്പ പറഞ്ഞ്, എൻ്റെ പൊന്നച്ചായന്മാരെ നമുക്ക് വീട്ടിൽ പോകാം, ഇച്ചിരി നേരം ഇരുന്നാൽ വല്ല സംബന്ധി ആണെങ്കിലും അരച്ച് ചോറുണ്ട, ഈ ബാറിൽ കയറേണ്ട ഇമാരെല്ലാം ഇവിടെ കാണും. അതിനെന്തോ ഹോട്ടലല്ലയോ, ബാർ അപ്പുറത്ത് ഹോട്ടൽ ഇപ്പുറത്ത്, ബാർ അപ്പുറത്ത് ഹോട്ടൽ ഇപ്പുറത്ത്. സീനിയർ പാസ്റ്റർ വലിയ അച്ചായന്മാരെല്ലാം ഉണ്ട്. ഇവർ ചെന്ന് കാറ് നിർത്തി അവിടെ കയറി ഇരുന്ന് ചോറ് ഊൺ ചെയ്ത് നല്ല മീൻ ഫ്രൈ ഓർഡർ ചെയ്തു. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഉപ്പാപ്പൻ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് അടിക്കും, ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ വരും. പുള്ളി കണ്ടു ഇവരെല്ലാം കൂടെ കയറുന്നത്. ഈ വലിയ ഉപദേശം എടുക്കുക. പുള്ളി ഒരു കുപ്പിയും പുതിഞ്ഞുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, അച്ചായോ ഒത്തിരി നാളായി ദശാംശം തന്നിട്ട് ഇരിക്കട്ടെ. ഇതെൻ്റെ ഞാൻ വല്ലതും തന്നിട്ട് ഒത്തിരി നാളായി, ഇതേ പുള്ളി ഇപ്പോൾ എൻ്റെ തരാൻ മേടിക്കണം വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി ആടി നിൽക്കുക. എന്തോ ചെയ്യാനാ, ഞങ്ങളുടെ വലിയ ചായന്മാരെല്ലാവരും മീൻ ഫ്രൈ കയ്യിലെടുത്തുകൊണ്ട് വണ്ടിയെ കയറി. വല്ല കാര്യമുണ്ടോ? അന്നേരേ പറഞ്ഞാൽ പോകണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാനാ. ഈ വഴിക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട്, ഇടുക്കമുള്ളൊരു വഴിയാണ്. പക്ഷേ ഈ വഴി ചെന്നെത്തുന്ന സ്ഥലം ഭയങ്കര സന്തോഷമാണ്. മറ്റേ വഴി ചെന്നെത്തുന്ന സ്ഥലം വല്ലാത്ത സങ്കട. അവിടെ പല്ലുകടിയുണ്ട്, കരച്ചിലുണ്ട്. എന്നാൽ ഇവിടെ ചെന്നെത്തുന്ന സ്ഥലമോ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. കരങ്ങൾ ഉയർത്തി പാടിക്കേ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ ഭാഗ്യനാട്ടിൽ ചെന്നു ശൂതരോടൊത്തു ഞാൻ യേശുവേ. ആമേൻ. ഭാഗ്യ മായ ഇമ്പം വീടുന്നേ. ആകുന്ന മക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ചെയ്യുന്നേ. സുഖങ്ങളെല്ലാം പാടുന്നാല പേടിയില്ലാത്തവരെല്ലാം പാടണേ. ഈ വഴി ചെന്നെത്തുന്നത് വളരെ ഇടുക്കമാണ്. പക്ഷെ ഇടുക്കമുള്ള ഈ വഴിയെ ചെന്നാൽ ഭയങ്കര സന്തോഷമുള്ളൊരു വഴിയാണ്. എന്നാൽ വിശാലപ്പെട്ട വഴിയെ ചെന്നാൽ മക്കളെ നിത്യയുഗായുഗങ്ങൾ ഇരുട്ടിൻ്റെ ലോകത്തായിരിക്കും. എന്നാൽ ഞെരുക്കമുള്ള വഴിയെ ചെന്നാൽ എല്ലാ കാറ്റും കൊള്ളാനൊക്കത്തില്ല, എല്ലാ സുഖവും അനുഭവിക്കാനൊക്കത്തില്ല. ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു വഴിയെ ചെന്നാൽ ചെന്നെത്തുന്നുള്ള സ്ഥലം ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ
ആമേൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. മായായിമ്പം എന്റെ ലോകസുഖങ്ങളെല്ലാം മായായിമ്പം എന്റെ ലോകസുഖങ്ങളെല്ലാം നാമെന്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി നായകനാം എന്റെ മന്നനെ ഓർത്തു ഞാൻ. തൻ തിരുനാമത്തിനായി. അപ്പോൾ ഈ വഴി വളരെ ഞെരുക്കമുള്ളൊരു വഴിയാണ് കേട്ടോ. അതുകൊണ്ടാണ് കവലപ്രസംഗരൊക്കെ പാടും, ജീവിതയാത്രക്കാര കാലടികൾ എങ്ങോട്ട്, നാശത്തിൻ്റെ പാതയോ ജീവൻ്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്. ഈ വഴി വളരെ ഞെരുക്കമുള്ളൊരു വഴിയാണ്, ഇടുക്കമുള്ളൊരു വഴിയാണ്. ഈ ഇടുക്കമുള്ള ഒരു പാത തിരഞ്ഞെടുക്കുന്നത് വേറൊരു പ്രത്യാശയോടെയാണ്. ഇടുക്കമുള്ള പാതയിലൂടെ നടന്ന് 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 ചെല്ലുമ്പോൾ അവിടെ ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ആമേൻ. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ജീവിതമായുള്ള പാർക്കുവാനുള്ള വാഞ്ചിക്കുന്നു. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനുള്ള ആമേൻ. നോടി നേരത്തെ ഉള്ള ലഘു സങ്കട ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതൊന്നുമല്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. കൈകളാൽ തീർക്കാത്ത വീട്ടിനുള്ളിൽ പാർക്കുവാനുള്ള വാഞ്ചിക്കുന്നേ. ആമേൻ. കൈകളാൽ പാർക്കുവാനേ ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്, ആമേൻ. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. നേരത്തേക്കുള്ള ലഘുസങ്കട അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. ആമേ. നോടി നേരത്തേക്കുള്ള ലഘു ഹല്ലേലൂയ. അനവധി തേജസ് ഭാഗ്യം തന്നെ. ഓ കണ്ണിനു കാണുന്നത്, ഈ കാണുന്നതല്ല മായ, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ആമേൻ. കണ്ണിനു എന്റെ മക്കളെ മണ്ണെ പ്രതി മാണിക്കാൻ കളയരുത്. കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. കൈകളാ തീർക്കാത്ത വീട്ടിനുള്ളിൽ പാർക്കുവാനേ ഉള്ളം വാഞ്ചിക്കുന്നു. ആമേ. കൈകളാ
കരങ്ങൾ അടിച്ചൊന്ന് പാടിക്ക്, പ്രത്യാശയുടെ ഒരു പാട്ട്. കാരണം നാം ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്. വേഗമായി ചേർന്നു ചേരും കണ്ണീനു കാണുന്നതൊന്നുമല്ല, കാണപ്പെടാ ഒരു തന്നെ കൈകളാൽ തീർത്ത വേഗമായി തങ്ങു ചെന്നു ചേരും കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. ആമേൻ. ദൈവമുണ്ട്, അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. ആമേൻ. ദൈവമുണ്ട്, അങ്ങു പുത്രരുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. കൈകളാൽ തീർക്കപ്പെടാത്തൊരു വീട്ടിൽ നാം ചെല്ലും. ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവും ഉള്ളതാ. നാശത്തിലേക്ക് പോകുന്ന പാത വിശാലപ്പെട്ട വഴിയാ. ആ വഴിയെ പോകുന്നവർ വലിയൊരു സമൂഹമാ. പക്ഷേ ഈ വഴിയെ പോകുന്നവർ ചുരുക്കമാ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ എങ്കിലും മടുക്കരുത്. ഇതാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുന്നായി വഴിയെ നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസന്തോഷമുള്ളവരെല്ലാ മക്കളും ഒന്ന് കൈയടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഏത് വഴിയാ പോകണം? ഞെരുക്കത്തിൻ്റെ വഴി, ഇടുക്കത്തിൻ്റെ വഴി, അത്ര സുഖകരമല്ലാത്ത വഴി, ഒത്തിരി ഒത്തിരി നിബന്ധനകളുള്ളൊരു വഴി, ഒത്തിരി ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ളൊരു വഴി. എന്നാൽ ആ വഴിയെ ചെന്നെത്തുമ്പോൾ നിത്യയുഗായുഗങ്ങൾ ബോട്ടിൽ ഞാൻ കയറിയിടും. പാട്ടോടെ യാത്രയ്ക്കായി ബോട്ടിൽ ഞാൻ കയറിയിടും. പാട്ടോടെ യാത്രയ്ക്കായി കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ ചെന്നിടൂ. കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ ചെന്നിടും. ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. തീരുമെൻ ദുഃഖം വിലാപമോ ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ, യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ. ഓ തീരുമേ ദുഃഖം വിലാപമോ ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. ആമേൻ. തീരുമേ ദുഃഖം വിലാപമോ ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. എന്തോ മനോഹരം അന്താ ചിന്തിക്കുകിൽ, എന്തോ മനോഹരം അന്താ ചിന്തിക്കുകിൽ. സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടൂ. സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടൂ. ആമേൻ. ദുഃഖം വിലാപം ഓ ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. ഓ തീരുമേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. കൂട്ടുകുടുംബക്കാർ തിട്ടമായി വിട്ടിടൂ. കൂട്ടുകുടുംബക്കാർ തിട്ടമായി വിട്ടിടൂ. കൂട്ടു സഹോദര ഭക്തരായി തള്ളിടൂ. കൂട്ടു സഹോദര ഭക്തരായി തള്ളിടൂ. ഹല്ലേലൂയ. ഓ ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. തീരുമേ ദുഃഖം വിലാപമോ ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. ബോട്ടിൽ ഞാൻ കയറിയിടൂ. പാട്ടോടെ യാത്രയ്ക്കായി ബോട്ടിൽ ഞാൻ കയറിയിടൂ. പാട്ടോടെ യാത്രയ്ക്കായി കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടൂ. കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടൂ. ഹല്ലേലൂയ. ഓ ചേരും ഞാൻ സ്വർഗവേഗം.
രാജമോടി ചൂടി രാജാതിരാജനെ പ്രത്യാശയുള്ളവർ ചേർന്ന് പാടട്ടെ. ഹല്ലേലൂയ. രാജാതിരാജനെ ആലിംഗനം ചെയ്യൂ നാളിലും താനന്തോ ആലിംഗനം ചെയ്യൂ നാളിലും താനന്തോ തീരുമേ ദുഃഖമില്ലാ ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ തീരുമേ ദുഃഖമില്ലാ ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ മരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലോ മരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലോ നേരോട് ജീവിച്ചു ആറുതൽ പേടും ഞാൻ നേരോട് ജീവിച്ചു ആറുതൽ പേടും ഞാൻ നീരോമേ ദുഃഖമില്ല ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ ഓ തീരുമേ ദുഃഖമില്ല ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ ആമേൻ തീരുമേ ദുഃഖമില്ല ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ ഓ തീരുമേ ദുഃഖമില്ല ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ ഓ തീരുമേ ദുഃഖമില്ല ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ ഓ തീരുമേ ദുഃഖമില്ല ഞാൻ സ്വർഗ്ഗേ വേഗം ഹല്ലേലൂയ ബഹുപുരുഷാരം ഈ വഴി പോകുന്നവരുടെ എണ്ണം വളരെ ചുരുക്കം.
എല്ലാ കണ്ണുകളും അടച്ച് വലിയവരും ചെറിയവരും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്ധി കണ്ണുകൾ അടച്ച്. എൻ്റെ പൊന്നു മക്കളെ, വിശാലപ്പെട്ട വഴിയെ പോകല്ലേ. ഏതൊരു വഴി തിരഞ്ഞെടുത്താലും ഓർത്തോണം, ചിന്തിക്കണം, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് മൈ ഇറ്റേണിറ്റി. എൻ്റെ നിത്യതയെ എൻ്റെ വഴി എങ്ങനെ ബാധിക്കും? എൻ്റെ നിത്യതയെ എങ്ങനെ ബാധിക്കും ഇത്? ദൈവസന്ധി ഇരുന്നാട്ട്. അപ്പോൾ ഏത് വഴി തിരഞ്ഞെടുത്താലും ഓർക്കണം, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് മൈ ഇറ്റേണിറ്റി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയെ പോകാം. ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും, എന്തിനേറെ എന്ത് ഡ്രിങ്ക്സ് ആണെങ്കിലും, ഏത് അഫെയർ ആണെങ്കിലും എല്ലാം തിരഞ്ഞെടുക്കുമ്പം ഒരു കാര്യം മാത്രം നോക്കുക, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് മൈ ഇറ്റേണിറ്റി. ഇറ്റേണിറ്റിയെ ബാധിക്കുന്നതാണെങ്കിൽ ആ വഴിയെ പോകരുത്. ഈ യാത്ര ഇറ്റേണിറ്റിയെ ബാധിക്കും, നിത്യതയെ ബാധിക്കുമെങ്കിൽ ആ നിത്യതയെ ബാധിക്കുന്ന ഒരു വഴിയെയും പോകരുത്. ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ്. ഇറ്റേണിറ്റിയെ വഴി കർത്താവാണ്. പക്ഷേ ഇറ്റേണിറ്റിയെ വഴിക്കുന്ന ഒരു വഴിയും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പല വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരും. ഓരോ കാര്യത്തിലും മനുഷ്യനൊരു തിരഞ്ഞെടുപ്പിലാണ്. ഓരോ മിനിറ്റിലും മനുഷ്യന് തിരഞ്ഞെടുപ്പുണ്ട്. തിരഞ്ഞെടുക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം നോക്കുക, ഈ വഴി എങ്ങനെ എൻ്റെ നിത്യതയെ ബാധിക്കുന്ന ഒരു വഴിയെ എന്ത് ചെയ്യരുത്, പോകരുത്. അത് മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി, വഴി കൃത്യമായിരിക്കും. അടുത്തിരിക്കുന്ന ആ മക്കളുടെ കൈ പിടിച്ചെന്ന് പറഞ്ഞേ, ഏത് തിരഞ്ഞെടുപ്പിലും ചിന്തിക്കണം, എന്താണ്, എങ്ങനെ ഇതെൻ്റെ നിത്യതയെ ബാധിക്കും. ഒന്ന് രണ്ട് പേരോടൊന്ന് പറഞ്ഞ്, നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും പോയി ചാടരുതെന്ന് പറ. നിത്യതയെ ബാധിക്കുന്ന ഒരു ഏടാകൂടത്തിലും പോയി എന്ത് ചെയ്തേക്കരുത്, ചാടിയേക്ക്. ഒന്നുകൂടെ പറഞ്ഞേ, നിത്യതയെ ബാധിക്കുന്ന ഓരോ ഏടാകൂടത്തിലും പോയി എന്ത് ചെയ്യരുത്, ചാടരുത്. മനസ്സിലായോ? ഇപ്പം വഴി ഉണ്ട്. എല്ലാവരും ഞാനും നിങ്ങളും എല്ലാം തിരഞ്ഞെടുപ്പിലാണ് ഓരോ നിമിഷവും. അത് മാത്രം ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ, അത് 48 വരെയുള്ള 43 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുക. ആരാണ് ഉറക്ക വായിക്കുക? ഇത് കേട്ടിട്ട് ആ ആ ആ ആ ആ ആ ആ ആ ആ ആമേൻ. രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. ആ, അവൻ്റെ വാക്ക് ആ ആ ആ ആ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അപ്പോൾ ഇവിടെ ആദിമസഭ, ആ സഭ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തനായിട്ട് യെരൂശലേം വിട്ടു പോകാതെ എന്ത് ചെയ്യണം, കാത്തിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 1:4, അപ്പോസ്തലപ്രവൃത്തി 2:1. അങ്ങനെ അവർ കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, കൊടിയ മുഴക്കമുണ്ടായി, പിളർന്ന അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ അവിടെ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ ശബ്ദം കേട്ടവരെല്ലാം ഓടിക്കൂടിയപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഇന്ന് അവരോട് തിരുവചനത്തെ ആധാരമാക്കിക്കൊണ്ട് 11 പേരോട് കൂടെ ഇന്നുകൊണ്ട് സംസാരിക്കുകയും ആ പ്രസംഗത്തിൻ്റെ ഒടുവിൽ ഇതെല്ലാം കേട്ടിട്ട് അവർ ചോദിച്ചു, ഹൃദയത്തിൽ എന്ത് ചെയ്തു, കുത്തുകൊണ്ട്. When they heard the message, they were cut to the heart. ഹൃദയത്തിൽ എന്ത് ചെയ്തു, കുത്തുകൊണ്ട്. പ്രസംഗം കേട്ടാൽ എന്തോ ഉണ്ടാകണം, കുത്തുകൊള്ളണം കേട്ടോ. പ്രസംഗം കേട്ടാൽ എന്തോ ഉണ്ടാകണം, കുത്തുകൊള്ളണം. കുത്തുകൊണ്ടപ്പോൾ അവരെന്തോ ആലോചിച്ചു, അവർ ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ്, റിപ്പൻറ്റ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടണം. പല പദങ്ങൾ ഏതാണ്ട് സമാനമായിട്ട് വേദപുസ്തകത്തിലുണ്ട്. വീണ്ടും ജന്മം പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം. ഈ വാക്കുകളെല്ലാം നമുക്ക് വിശ്വാസ സമൂഹത്തിന് പരിചിതമായ വാക്കുകളാണ്. എന്തുകൊണ്ടാണ് മാനസാന്തരം കേവലം മാറ്റമല്ല, ആണോ?
അല്ല, മാറ്റമല്ല. ഇന്ന് ഒത്തിരി പേര് മാറുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ മാറ്റം പറ്റിയിട്ടുണ്ട്. വെജിറ്റേറിയൻ ആയിരുന്ന ഒത്തിരി പേര് ഇപ്പോൾ എന്തായി? നോൺ വെജിറ്റേറിയനായി. ഒത്തിരി മക്കളിപ്പോൾ കാർബ് കഴിക്കുന്നില്ല, പ്രോട്ടീനാണ് കഴിക്കുക. പ്രോട്ടീൻ കഴിച്ച് വണ്ണം കുറയ്ക്കുക. ഇനി ഒത്തിരി മക്കൾ വേറെ 3 നേരവും 4 നേരവും കഴിച്ചുകൊണ്ടിരുന്നവർ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. അറിയാം എന്താണെന്ന്? എത്ര മണിക്കൂറാണ്? 18 16 18 16 എത്ര മണിക്കൂറാണ് പറ? അറിയായിരിക്കും, പിള്ളേർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഈ ഫാസ്റ്റിംഗ് എടുത്ത് വണ്ണം കുറയ്ക്കല്ലേ. ഫാസ്റ്റിംഗ് എടുത്ത് വണ്ണം കുറച്ചാൽ ഒരുവൻ പോയിട്ട് അതിലും ശക്തരായ 7 പേരെ കൊണ്ട് വരുന്ന പോലെ ഒരു ചീറലുണ്ട്, കണ്ടിട്ടില്ലേ? ഈ 40 ഇരുന്നിട്ട് ഒരു വരവുണ്ട്. എന്താ കാര്യം? അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും അതൊരു മാറ്റമാണോ? മാറ്റമാണ്. പക്ഷെ അതാണോ മാനസാന്തരം? അല്ല. അതാണോ മാനസാന്തരം? ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ്സുകാരായിരുന്ന ഒത്തിരി പേര് ഇപ്പം മാനസാന്തരപ്പെട്ട് എവിടെ കയറി? BJP പോയി. മാനസാന്തര. ഇന്നലെ വരെ മതേതര പാർട്ടിയുടെ ഭാഗമായിരുന്നവർ ഇന്നൊരു മതാധിഷ്ഠിത പാർട്ടിയുടെ ഭാഗമായി ആർഷഭാരത സംസ്കാരത്തിൻ്റെ വക്താക്കളായി മാറുന്നു. മാറ്റമാണോ? ആണ്. പക്ഷെ അത് മാനസാന്തരമാണോ? അല്ല. മാനസാന്തരം അല്ലേ? ആണോ? അതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന മാനസാന്തരം? അല്ല. ആണോ? അല്ല. കേരളത്തിൽ കോൺഗ്രസ്സുകാർ ഒത്തിരി പേര് എന്തായി? കമ്മ്യൂണിസ്റ്റായി. മാനസാന്തരം ആണോ? കമ്മ്യൂണിസ്റ്റുകാർ ഒത്തിരി പേര് കാലക്രമത്തിൽ എന്തായി? തിരിച്ചു വന്നു അല്ലേ? വിപ്ലവ പാർട്ടിയിൽ നിന്ന് അവർ തിരിച്ചു വന്നു. മാനസാന്തരം ആണോ? ആണ്. എന്നാൽ അതാണോ മാറ്റം? അല്ല. അതെല്ലാം കേവലം മാറ്റങ്ങളാണ്. അപ്പോൾ എന്താണ് മാനസാന്തരം? മാനസാന്തരം കേവലം എന്തല്ല? മാറ്റമല്ല, കേവലം മാറ്റമല്ല. എന്താണ് മാനസാന്തരം? സിമ്പിളായിട്ട് പറയാം. NCCക്ക് പോകുന്നവരൊന്ന് കൈപ്പൊക്കിക്ക്. NCC ഒക്കെ സ്കൗട്ടോ വല്ല അറിയാം? NCC കണ്ടിട്ടെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലേ? NCCക്ക് പോകുമ്പോൾ മാർച്ച് ഫാസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ധൈനേ മുട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എങ്ങോട്ട് തിരിയും? ധൈനേ മുട്ട് എങ്ങോട്ട് തിരിയും? വലത്തോട്ട് തിരിയും. ബായേ മുട്ട് എങ്ങോട്ട് തിരിയും? ഇടത്തോട്ട്. ഇടച്ച് പറയും പീച്ചേ മുട്ട് എങ്ങോട്ട് തിരിയും? നേരെ തിരി, എബോട്ടൺ തിരിയും. ഇതിൻ്റെ പേരാണ് മാനസാന്തരം. ലോകവുമായി പൊയ്ക്കൊണ്ടിരുന്ന നമ്മൾ മൊത്തം തിരിഞ്ഞ് ദൈവത്തെങ്കിലും തിരിയുന്നതിൻ്റെ പേരാണ് എന്ത്? മാനസാന്തരം. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ മാനസാന്തരം ആവശ്യമുള്ളത്? ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിട്ട് പണ്ടുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞിട്ട് മനുഷ്യൻ്റെ മൂക്കിൽ ദൈവം എന്തൂതി? ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. ഇതെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. അപ്പോൾ എന്നിട്ട് അവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്കെല്ലാം അവൻ ഒറ്റയ്ക്കിരിക്കുന്ന നല്ലെന്ന് കണ്ടു. ദൈവം അവന് ഉറക്കം കൊടുത്തു. എന്നിട്ട് എന്തോ കൊടുത്തു? എന്നിട്ട് ആരെ കൊടുത്തു? ഹവ്വായെ കൊടുത്തു. പൈതവേ, ഹവ്വായിക്ക് ദൈവം ആദത്തെ കൊടുത്തപ്പോൾ ആദം എന്തോ ചെയ്യായിരുന്നു? ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഹവ്വായെ കിട്ടണേ എന്തോ ചെയ്യണം? ഉറങ്ങണം. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കണം. എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ വന്ന നമ്പറും തപ്പി എടുത്തുകൊണ്ട് പോയിട്ട് നാളെ റിക്വസ്റ്റ് അയച്ചൊന്നും പറഞ്ഞുകൊണ്ട് പരാതിയൊന്നും വരല്ലേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുത്തു. ചുമ്മാ കിടന്ന് ഉറങ്ങിയാൽ മതിയടാ. എവിടുന്നെങ്കിലും ഒരു ആലോചന വന്നോളും. മനസ്സിലായോ? അത് നല്ല ആലോചനയായിരിക്കും. ആര് കൊണ്ടുത്തരും? ദൈവം. ഹവ്വായെ ആരാ കൊടുത്തേ? ദൈവമാണ്. ദൈവം കൊടുക്കുമോ? കൊടുക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, ഈ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഓർത്തോണം, ആദാം കായിൻ്റെ വഴിയെ ഒരിക്കലും എന്ത് ചെയ്യരുത്? പോകരുത്. ആണോ? കായിൻ്റെ വഴിയെ പോകാമോ? ഇല്ല. എൻ്റെ മക്കളോടെല്ലാം പറയട്ടെ, ഞാൻ ഈ മക്കളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും വാക്കുകളൊക്കെ ഇച്ചിരി തെറ്റിപ്പോയെങ്കിൽ എന്നെ വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. മക്കളെ, നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ഉറപ്പാണേ? എന്നിട്ട് ദൈവം ആദത്തിന് ഉറക്കം കൊടുത്തിട്ട് ആരെ പുറത്തെടുത്തു? പെണ്ണെ പുറത്തെടുത്തു. അപ്പോൾ അങ്ങനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ശരിയാണോ? ശരിയാണ്. വേദോസം ശരിയല്ലേ? ആണ്. അപ്പോൾ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും എന്ത് തോന്നാം? ഒരു അട്രാക്ഷൻ തോന്നാം. നിങ്ങൾ പറയുന്ന പേരെന്താ? ക്രഷ് തോന്നി അല്ലേ? ഒരു ക്രഷൊക്കെ തോന്നി. ക്രഷ് എന്താണെന്ന് ചോദിച്ചപ്പോൾ തോമസ് പാസ്റ്റർക്ക് അറിയാം. അത് വലിയൊരു സംഭവം. അച്ഛനറിയത്തില്ല, ഇവർക്കും അറിയത്തില്ല. ഞാനേ ഇപ്പോഴാണ് പഠിച്ചേ. അല്ല, ക്രഷ് തോന്നാത്ത ഒറ്റ ആളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? ഇതുവരെയും ക്രഷ് തോന്നാത്ത ഒരാളുണ്ടെങ്കിൽ കൈവക്കാവോ? കൈ പോയിരിക്കുന്നുണ്ടോ? ക്രഷ് തോന്നാ ചുമ്മാ ക്രഷ് തോന്നാത്ത ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ PVIPയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തണം. കാരണം അവർക്ക് എന്തോ അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. ക്രഷ് തോന്നത്തില്ലേടാ? കള്ളം പറയില്ലേ? എടാ, എനിക്കിപ്പോഴും തോന്നും, പിന്നെ നിങ്ങൾക്ക് തോന്നായിരിക്കുമോ? അപ്പോൾ ക്രഷ് തോന്നും. ക്രഷ് തോന്നത്തില്ലേ? തോന്നത്തില്ലേ? ക്യാമ്പിന് വന്നിട്ട് തോന്നിയോ?
ക്യാമറ തോന്നിയില്ലേ? സത്യം, സമയം കിട്ടിയില്ലേ? ഓക്കെ. അപ്പം പലരും ക്രഷൊക്കെ തോന്നും, പക്ഷെ ക്രഷ് കൊണ്ട് നിർത്തിക്കോണം. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. ക്രഷ് തോന്നുന്നത് തെറ്റാണോ? അല്ല, സ്വാഭാവികമാണോ? അത് പാപമാണോ? അല്ല. അത് പാപമാണോ? അല്ല. പേടിക്കണ്ട, അതിൻ്റെ പേര് നരകത്തിൽ പോത്തില്ല. ക്രഷ് തോന്നിയെന്നും പറഞ്ഞുകൊണ്ടൊന്നും പോത്തില്ല. അപ്പം നമ്മളിവിടെ ഒരു സാധനം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചത് ഈ മനോരമ കലണ്ടറൊക്കെ തൂക്കിയിടത്തില്ലേ, അത് ഇളക്കി അപ്പുറത്തൊട്ടിച്ചു, ഒരു 3-4 ഇളക്കി ഒട്ടിച്ച്, പിന്നെ ഒട്ടുമോ? എന്താ പോയി? പശ പോയി. ഇതുപോലെയാണ് 6ാം ക്ലാസ്സിൽ കൃഷി തോന്നി, ചെറുതായിട്ടൊന്ന് ഒട്ടി, 7 പൊട്ടി, പിന്നെ 8 ഒട്ടി, 9 പൊട്ടി, 10 ഒട്ടി, പിന്നെ അത് പൊട്ടി. +2-ന് +1 ഒട്ടി, +2 പൊട്ടി. ഇങ്ങനെ 5-6 പൊട്ടിയാൽ പിന്നെ കല്യാണം കഴിക്കുമ്പോൾ എന്തോ ചെയ്യത്തില്ല, ഒട്ടത്തില്ല. എന്തോ പോയി? പശ പോയി. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചൊന്ന് പറഞ്ഞാൽ ഉള്ള പശ അവിടെ ഇരിക്കട്ടെ, കളയലെന്ന് പറഞ്ഞു. പശ കളയണം. അപ്പോൾ ഈ ക്യാമ്പിന് വന്നുകൊണ്ട് എന്തോ പഠിച്ചു? ക്രഷൊക്കെ തോന്നും. അപ്പോൾ ഒരു കള്ളൻ എന്നോട് ചോദിക്കുക, അങ്കളെ ഓൾറെഡി ഒട്ടിയതാ, ഇളക്കണ്ടായല്ലോ എന്ന്. മുത്ത് കള്ളൻ കണ്ടോ? അവൻ ചോദിക്കുക, ഒട്ടിയിരിക്കുക, ഇളക്കണമെന്ന്. ഒട്ടേണ്ട സമയത്തെ എന്ത് ചെയ്യാവൂ? ഒട്ടാവൂ. ഒട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യരുത്? ഒട്ടരുത്. പ്രായത്തിന് മുമ്പ് പ്രേമത്തെ എന്ത് ചെയ്യരുത്? ഇളക്കരുത്. അങ്ങനെ വാക്യമുണ്ട്. സമയത്തിന് മുമ്പ് പ്രേമത്തെ എന്ത് ചെയ്യരുത്? ഇളക്കരുത്. മനുഷ്യന് തീ മടി പൊള്ളാതെ കൊണ്ടു കിടക്കാൻ ഒക്കുമോ? അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളോടൊക്കെ പറയട്ടെ, കാര്യമൊക്കെ ശരിയാ, പക്ഷേ എന്തോ കളയരുത്? പശ കളയരുത്. ബുക്കിൻ്റെ വലിയ എവിടെയെങ്കിലും എഴുതിയിടണം, പശ എന്ത് ചെയ്യരുത്? പശ കളയരുത്. ഒട്ടി വല്ല ഇരിപ്പുണ്ടോ മക്കളെ? പതുക്കെ പശ പോകാതെ ഇങ്ങനെ ഇളക്കിക്കോണം. സ്തോത്രം. രക്തം ജയം പറഞ്ഞിങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. ആര് പറഞ്ഞു? അവനോട് പറയുക, അല്ലെ അവളോട് പറയുക, പരിശുദ്ധാത്മാ പ്രിൻസിപ്പാസ്റ്ററോട് പറഞ്ഞു ഇളക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇളക്കുകയാണ്, നീ പിണങ്ങരുതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല സുഹൃത്തുക്കളായി തുടരാമെന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോരും കേട്ടോ. അപ്പം പശ പോകരുത്. എന്തോ ചെയ്യരുത്? പശ കളയരുത്. അങ്ങനെ ആണും ആ പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. പക്ഷേ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വലിയൊരു കഴിവുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം ദൈവമായിട്ട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം കഴിക്കാം. ആദ്യത്തെ മനുഷ്യൻ വെജിറ്റേറിയൻ ആയിരുന്നോ നോൺ വെജിറ്റേറിയൻ ആയിരുന്നോ? 2 അല്ലായിരുന്നാണ് പറയുന്നത്. ഫ്രൂട്ടേറിയൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം കഴിച്ചവരാ? ഫ്രൂട്ട്സ് മാത്രം കഴിച്ചവരാ. ഈറ്റ് ആൻ ആപ്പിൾ എ ഡേ. നമ്മുടെ സാധനം അല്ല, ഈറ്റ് ആൻ ആപ്പിൾ എ ഡേ. നമ്മുടെ മുഴുവൻ വിഷയമല്ലേ. ഈറ്റ് ആൻ ആപ്പിൾ ഡേ, കീപ് ദ ഡോക്ടർ എവേ. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അവരിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ തിന്മയും നന്മയുണ്ട്, പക്ഷേ എന്തെടുക്കണം? തിരഞ്ഞെടുക്കണം. എന്തോന്നെടുക്കണം? നന്മ തിരഞ്ഞെടുക്കണം. ഈ നന്മ തിന്മ വൃക്ഷങ്ങളുടെ ഫലത്തിൽ നിന്ന് മക്കളെ ശ്രദ്ധിക്കണേ, എന്നെ കഴിക്കരുതെന്ന് പറയാൻ കാര്യം എന്താ? നന്മയുടെ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറയാൻ കാര്യം എന്തായിരിക്കാം? ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? എന്തായിരിക്കാം? തിന്മയും നന്മയും നിശ്ചയിക്കാനുള്ള അധികാരം നമുക്കാണോ ദൈവത്തിനാണോ? ദൈവത്തിനാണ്. ഈ നമ്മുടെ കയ്യിൽ ഈ അധികാരം കെട്ടാൻ നമ്മൾ തിന്മ എന്താക്കും? നന്മയാക്കും. നന്മ എന്താക്കും? തിന്മയാക്കും. ഇപ്പം അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് നമ്മുടെ ഏത് തിന്മ എന്താക്കും? നന്മയാക്കും. ആക്കുമോ? നമ്മുടെ കൺവീനിയൻസിലാകും കാര്യങ്ങൾ. നമ്മുടെ കൺവീനിയൻറ്റിൽ നമുക്ക് ജീവിക്കാൻ ഒക്കുമോ? ഈ വഴിയേ ഇല്ല. അവിടെയാണത് ചിന്തിക്കേണ്ടത്. ഈ സാധാരണ ഇന്നത്തെ ഈ മക്കൾക്കെല്ലാം ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ജനറേഷൻ ഗ്യാപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയത്തില്ലേ സാധാരണ? എന്താ ജനറേഷൻ ഗ്യാപ്പ്? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പിള്ളേരോട് അമ്മ പറഞ്ഞു, മക്കളെ അത് ചെയ്യണ്ട. മക്കളെന്താ പറഞ്ഞു? അത് ചെയ്യും അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യമുണ്ട്. എടാ കുഞ്ഞുങ്ങളെ മോശമല്ലൊക്കെ ചോദിച്ചാൽ, വലിയൊരുമൊക്കെ എന്തോ ഓർക്കും ചോദിച്ചാൽ അവരുടനെ ഒരു ചോദ്യം ചോദിക്കും, ഹൂ കെയേഴ്സ്. ഈയിടയ്ക്കൊരു പാർട്ടി ഹൂ കെയേഴ്സ് ചോദിച്ച് ആകെ കുഴപ്പത്തിലായി. ഹൂ കെയേഴ്സ്, ആര് ശ്രദ്ധിക്കുന്നു? ഇതിൻ്റെ പേരാണ് ഈ ജനറേഷൻ ഗ്യാപ്പ്. അമ്മ ക്യാമ്പിന് പോകാൻ നേരത്തെ കൊച്ചിനോട് പറഞ്ഞു, നീ ഇത് ഇട്ടുകൊണ്ട് എവിടെ പോകണ്ട, ക്യാമ്പിന് പോകണ്ട പറഞ്ഞോ? എടുത്തു വെച്ച ഡ്രസ്സൊക്കെ അമ്മയൊന്ന് നോക്കിയോ? ഇല്ലേ? ചില ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ അമ്മ പറയും, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഉള്ളവരൊന്ന് കൈ പൊക്കിക്കേ. എന്തിനാ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞേ? മറ്റുള്ളവര് ആരായി? മറ്റുള്ളവര് താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, അപ്പുറത്തിരിക്കുന്നവര്. മറ്റുള്ളവര്
കാണണ്ട, കണ്ടാൽ മോശമാണ് എന്നാണ്. അപ്പോഴും ഞാൻ പറഞ്ഞപ്പം പെങ്കൊച്ചി ചോദിക്കുന്നു, ഹൂ കെയേഴ്സ്, ലെറ്റ് ഹിം സീ. അപ്പോൾ ഭയങ്കര വഴക്കാണ്. ഇതിൻ്റെ പേരായി ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത്. അമ്മ പറഞ്ഞു, ഇവിടുന്ന് ഒരുത്തി ഇത് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പക്ഷെ എന്നാ പറയും, പിന്നെ. അപ്പം ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. ആ ഗ്യാപ്പ് വീട്ടിലുണ്ടോ? ആ ഗ്യാപ്പ് വീട്ടിലുണ്ടോ അമ്മ? ഉണ്ട്. ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. എന്നാ അതിനെന്നാ കുഴപ്പം? ആർക്കാ ഇത്ര പ്രശ്നം? ആരാ ഇത്ര ശരി? പിന്നെ ആൻഡ് ഇല്ല. മിക്കവാറും ഈ ഡ്രസ്സിൻ്റെ ഒക്കെ പേരിലല്ലേ പിന്നെ ആൻഡ് ഇല്ല, പിന്നെ ആൻഡ് ഇല്ല. എന്തിനാ അമ്മ പറഞ്ഞ് അങ്ങനെ ഡ്രസ്സ് ഇടണ്ടാന്ന്? ഒറ്റ കാര്യം കൊണ്ടാ, അവന്മാരെ കാണാതിരിക്കാനാ. അപ്പം കൊച്ചി ചോദിക്കുക, കണ്ടിട്ട് പോട്ടെ, എനിക്കെന്നാ ചെയ്തം? കുഴപ്പമുണ്ട് മക്കളെ, അവൻ കണ്ടിട്ട് പോയാൽ ഉണ്ടല്ലോ, അവൻ രാത്രി കിടക്കുമ്പോൾ നിന്നെ ഓർത്ത് ധ്യാനിക്കും. അവൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തും, നീ അങ്ങ് ഉണങ്ങിപ്പോകും. നീ ഉണങ്ങിപ്പോകാതിരിക്കാനാണ് തമ്പുരാൻ അമ്മ പറഞ്ഞത്. ആണടാ മക്കളെ, അവൻ്റെ ധ്യാനത്തിങ്കൽ എന്തോ കത്തും? തീ കത്തും. ഞാനിങ്ങനെ തീ കത്തി ഉണങ്ങിപ്പോയ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഫോട്ടോയൊക്കെ ഇട്ട് കൊടുത്ത് അവൻ ധ്യാനിച്ചു, അവിടെ തീ കത്തി, ഇവിടെ HP കുറഞ്ഞു. സത്യമായിട്ടും ഞാൻ കള്ളം പറഞ്ഞല്ല. അങ്ങനെയുള്ള ചില ബന്ധനങ്ങൾ അഴിഞ്ഞപ്പോൾ കൊച്ചു നന്നാകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ആത്മമണ്ഡലത്തിൽ കാണാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജനറേഷൻ ഗ്യാപ്പ്. അപ്പം ഈ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നു. ഓക്കെ തിന്മയെ നന്മയാക്കും, നന്മ എന്താക്കും? തിന്മയാക്കും. അപ്പോഴാണ് കർത്താവ് പറഞ്ഞു, തിന്നുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്തു പോകും? മരിച്ചു പോകും. അപ്പോഴാണ് ഒരാൾ രംഗപ്രവേശനം ചെയ്തു. പേരെന്താ? സാത്താൻ. ആരുടെ രൂപത്തിൽ വന്നു? സർപ്പത്തിൻ്റെ രൂപത്തിൽ. സർപ്പം ഉപായത്താൽ ആരെ ചതിച്ചു? ആവുകയെ ചതിച്ചു. എന്നിട്ട് വന്നിട്ട് എന്താ പറഞ്ഞേ? പറ. നിങ്ങളിത് കണ്ട് കഴിച്ചാൽ ആരെ പോലാകും? ദൈവത്തെ പോലെ. ഞാൻ വിശ്വസിക്കുന്ന ലോകത്തെ ആദ്യത്തെ അഡ്വർടൈസിങ് കമ്പനി തുടങ്ങിയത് സാത്താനാണ്. അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടില്ല, ലളിതമായ വാക്കുള്ള LDF വരും, എല്ലാം ശരിയാവും. LDF വരും, എല്ലാം ശരിയാവും. നേരോടെ നിരന്തരം നിർഭയം. ഇതുപോലെ ആദ്യമായിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് നടത്തിയത് സാത്താനാണ്. കാണൂ, കഴിക്കൂ, ദൈവത്തെ പോലെ ആകും. കൂട്ടത്തിൽ തിമോത്തിയുടെ 2 ഓർഗൻ അടിയും അപ്പുറത്തൊരു ഇതെല്ലാം കൂടെ ആയപ്പോൾ കാണൂ, കഴിക്കൂ, ആരെ പോലാകൂ? ദൈവത്തെ പോലാകും. അപ്പോൾ ലോകത്ത് ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനി നടത്തിയ ആരാ? സാത്താനാണ്. ആണോ? എന്താ പറഞ്ഞേ? കഴിക്കൂ, കാണൂ, ആരെ പോലാകൂ? ദൈവത്തെ പോലാകും. വീണ് പോയി, ഫ്ലാറ്റായോ? ഫ്ലാറ്റായി. ആരാ? ഫ്ലാറ്റായി, പറിച്ചു, കഴിച്ചു, കൊടുത്തു. അങ്ങനെ മനുഷ്യൻ ആരായി? പാപികളായി. മനുഷ്യനാരായി? പാപികളായി. റോമർ 5:12 ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും. എല്ലാവരും പറഞ്ഞേ, ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും കടന്നു വന്നു. എവിടേക്ക് കടന്നു വന്നു? ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അങ്ങനെ മനുഷ്യരെല്ലാം ആരായിട്ട് മാറി? പാപികളായി. പാപം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പാപത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് പാപപ്രവർത്തികൾ. പാപം ഒരു സ്റ്റേറ്റാണ്, ഒരവസ്ഥയാണ്. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തിൽ എന്ത് ചെയ്യുന്നു? വ്യാപരിക്കും. അങ്ങനെ മനുഷ്യൻ ആരായി മാറി? പാപികളായി മാറി. ഇന്നത്തെ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം, മനുഷ്യൻ മക്കളെ ശ്രദ്ധിക്കണേ, പൊന്നെ, കുട്ട, ചക്കരെ, ശ്രദ്ധിക്കുന്ന എല്ലാ മക്കൾക്കും നമ്മുടെ അഡ്വക്കേറ്റ് സാർ ഇത് കഴിയുമ്പോൾ മുട്ടായി തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ അങ്ങനെ ഏകലംഘനത്താൽ പാപവും പാപത്താൽ എന്ത് കടന്നു വന്നു? മരണവും കടന്നു വന്നു. ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും. എല്ലാവരും പാപികളായി. വചനം പറയുന്നു, നീതിമാൻ എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ. ഈ വാക്യമൊക്കെ പഠിക്കണം, ബേസിക്കാണ്. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടും. നീതിമാൻ ആരുമില്ല. പറഞ്ഞു, നീതിമാൻ ഒരുത്തം പോലും. നമ്മുടെ പിന്നെ ആകെ സന്തോഷം, ആരുമില്ല നീതിമാൻ. പരീക്ഷ കഴിഞ്ഞ് വന്നപ്പം ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം നമ്മളെന്തോ പറഞ്ഞു? എല്ലാവർക്കും പാടായിരുന്നു. എല്ലാവർക്കും. ആർക്കാ? എല്ലാവർക്കും. ഞങ്ങളുടെ നാട്ടിൽ ഒരു കൊച്ചി ഇറക്കാൻ തോറ്റിട്ട് വന്നപ്പോൾ അച്ഛനിങ്ങനെ നോക്കിയിരിക്കുക. എടാ നീ ജയിച്ചോന്ന്. അവൻ പറഞ്ഞു, വക്കീലിൻ്റെ മോൻ തോറ്റുപോയി. എടാ നീ ജയിച്ചോന്ന്. അച്ഛൻ മറ്റേ ഡോക്ടറുടെ മോൻ തോറ്റുപോയി. എടാ നീ ജയിച്ചോടെ ഇറക്കാം. അവൻ പറയാം, വക്കീലിൻ്റെ മോനും തോറ്റു, ഡോക്ടറുടെ മോനും തോറ്റു, എഞ്ചിനീയറിൻ്റെ മോനും തോറ്റു, പിന്നെ ടാപ്പിങ്ങാൻ്റെ അച്ചായൻ്റെ മോൻ ജയിക്കണം എന്നൊക്കെ വാശി പിടിച്ച ഒക്കു അച്ചായ. ഞാനും എന്ത് ചെയ്തു പോയി? തോറ്റുപോയി. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ എന്ത് നഷ്ടപ്പെടുത്തി? ദൈവദേശത്ത് നഷ്ടപ്പെടുത്തി. അങ്ങനെ മനുഷ്യൻ ആരായി മാറി? പാപികളായി മാറി. ഇന്ന് നമ്മൾ പാപം ചെയ്ത് പാപിയാകുകയാണോ? പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണോ? പാപം ചെയ്ത് പാപിയാകുകയാണോ? പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണോ? കുഞ്ഞുങ്ങൾ ഉത്തരം പറഞ്ഞേ. പാപം ചെയ്ത് പാപിയാകുകയാണോ? പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണോ? പാപം ചെയ്ത് പാപിയാകുക ആണല്ലോ. സമ്മതിച്ചേ?
സമ്മതിച്ചേ? കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ട് കള്ളനാണെങ്കിൽ തലേദിവസം പോയി നോക്കിയായിരുന്നു അതുവഴി ഏതുവഴി കയറാം ഏതുവഴി ഓടാം, പട്ടി ഉണ്ടോന്നൊക്കെ നോക്കത്തില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെ ഒരു 3-4 എന്തോ ഇവന്മാർ തലേദിവസം വരുമെന്നൊക്കെ കേട്ടിട്ടില്ല. എന്നിട്ട് അവിടെ ജനലിൽ വരയിടും. കുറുവാ സംഘം വരുന്ന. അപ്പോൾ കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കള്ളനായതുകൊണ്ട് കക്കുകയാണ്. അതല്ലേ എൻ്റെ ശരി? ആണോ? മനുഷ്യൻ്റെ അകത്ത് എന്തോ ഉണ്ട്? ഒരു കള്ളത്തരം ഉണ്ടോ? ഒരു കള്ളത്തരം ഇല്ലാത്ത ഒരാളൊന്ന് കൈ പൊക്കിക്കേ. കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ? ചിന്തിച്ചിട്ട് പറ. കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കാരണം മനുഷ്യൻ്റെ അകത്ത് എന്തോ ഉണ്ട്? ഒരു പാപമുണ്ട്. ഉണ്ടോ? ഞങ്ങളുടെ റാന്നിയിൽ നിന്ന് ഒരു കൊച്ചി ഇറക്കനെ കൊണ്ട് സൂ കാണാൻ പോയി. എവിടാ? ലോകത്തിലെ നല്ലൊരു സൂവാ. എവിടാ? തിരുവനന്തപുരത്ത്. പോയിട്ടുണ്ടോ? കൈ പൊക്കേക്ക്. സൂ കണ്ടോരെ? അങ്ങനെ സൂ കാണാൻ പോയി. അവിടോട്ട് കയറിയ കൊച്ചി ഇറക്കനെ, കൊച്ചുമുത്ത, അവനെ കൊണ്ട് കാണാൻ കയറിയപ്പോൾ ഈ കുട്ടനാണെങ്കിൽ അങ്ങോട്ട് കയറുന്നിടത്തെ സിനിമാ പോസ്റ്റർ വായി നോക്കി നിന്നു. സിനിമാ പോസ്റ്റർ കാണാൻ കൊള്ളാമെന്ന് ഒന്നുമില്ല. അച്ചായൻ പറഞ്ഞ് അങ്ങോട്ട് നോക്കല്ലേ മോനെ, അതെല്ലാം പന്നപ്പിയായിൻ്റെയാന്ന് പറഞ്ഞ് അവനെ വലിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുപോയി. പിന്നെ ജിറാഫിനെ കാണിച്ചു, കേട്ടോ മോനെ, കുതിരയെ കാണിച്ചു, ഹിപ്പപ്പൊട്ടാമസിനെ വരെ കാണിച്ചു, സിംഹത്തെ കാണിച്ചു, എല്ലാം കാണിച്ച് തിരിച്ച് ഇറങ്ങിയപ്പോൾ അവനോട് ചോദിച്ചു, മോൻ ഇന്ന് പോയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതായപ്പോൾ മുട്ടേന്ന് വിരിയാത്ത ഇവൻ പറയാ ആ പന്നപ്പിയായിൻ്റെയാണ്. ഗതികേടെ. കാരണം അവൻ്റെ അകത്ത് എന്തോ കിടക്കുക? പാപം കിടക്കുക. എങ്ങനെ മനുഷ്യൻ പാപിയായത്? അച്ചായൻ ഭയങ്കര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പുള്ളിയുടെ മോൻ സ്കൂളിൽ നിന്ന് പേന മോട്ടിക്കുക. ആകെ ഗതികേടായി, നാണക്കേടായി. പിള്ളേർ സാറും മറ്റ് പേരൻസ് കംപ്ലയിൻറ്റ് പറഞ്ഞു. ഒടുവിൽ ഈ വലിയ അപ്പനെ വിളിച്ചു വരുത്തി ഈ ടീച്ചേഴ്സ് ഈ കാര്യമെല്ലാം പറഞ്ഞു. അപ്പനങ്ങ് ചമ്മി. വലിയ ഉദ്യോഗസ്ഥൻ്റെ മോൻ പേന മോട്ടിക്കുക. ഇറങ്ങി വന്നപ്പോൾ ഈ മോൻ അവിടെ നിൽക്കുക. അപ്പം പറഞ്ഞെന്ന്, എടാ പന്ന ചെറുക്ക, എങ്ങനെയാണ് അപ്പനെ പറയിപ്പിച്ചത്? എടാ നീ എന്തിനാണ് സ്കൂളിൽ നിന്ന് പേന മുട്ടിച്ച്? എനിക്ക് പേന വേണേ എന്നോട് പറഞ്ഞാൽ ഞാൻ വൈകിട്ട് വരുമ്പോൾ ഓഫീസിൽ നിന്ന് അടിച്ചുകൊണ്ട് വരത്തില്ലേ? അപ്പം അച്ഛൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? ഓഫീസിൽ നിന്ന്. മോൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? സ്കൂളിൽ നിന്ന്. കണ്ടോ? യഥാ പിത തഥാ പുത്ര, യഥാ മാതാ തഥാ പുത്രി, യഥാ രാജ തഥാ പ്രജ. എടാ അങ്ങനെയൊക്കെ ഉണ്ടറാ. യഥാ പിത തഥാ സുത. അച്ഛനെ പോലാണ് ആരിയ്ക്കുന്നത്? മോനിരിക്കുന്നത്. ആദ്യത്തെ കൺമണി. കണ്ടോ? ഇതെല്ലാം ഇവർക്കറിയാം. ആദ്യത്തെ കൺമണി ആരായിരിക്കണം? ആരെപ്പോലെ ഇരിക്കണം? കണ്ടോ? അച്ഛനെ പോലെ ഇരിക്കണം അല്ലേ? യഥാ പിത തഥാ സുത, യഥാ മാതാ തഥാ പുത്രി, യഥാ രാജ. ഞാൻ ഇച്ചിരി കൂട്ടി പറയും, യഥാ പാസ്റ്റർ തഥാ വിശ്വാസി. അത് എന്നെ പഠിപ്പിച്ചത് PG അങ്കിളാണ്, PG വർഗീസ് അങ്കിളാണ്. കാരണം എന്താ എൻ്റെ ഓർമ്മ ആണോ, ഈ നമ്മുടെ പല വിശ്വാസികളും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ സ്തോത്രം ഇങ്ങനെ ആടുന്ന കണ്ടിട്ടുണ്ടോ? എന്നാൽ കത്തോലിക്ക പള്ളിയിൽ ഏതെങ്കിലും ആൾക്കാർ പോയി നാടുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്തുകൊണ്ട് ആടുന്നറിയാം? രാവിലെ ഉപദേശി വന്ന് ഞായറാഴ്ച ഇരുന്ന് സ്തോത്രം സ്തോത്രം, അങ്ങനെ പാസ്റ്റർ സ്റ്റേജിൽ ഇരുന്ന് ആടി. വിശ്വാസി ഏതാ? പാസ്റ്റർ തഥാ വിശ്വാസി. കണ്ടോ? അപ്പോൾ അങ്ങനെ പാപം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എല്ലാവരും ആരായി? പെട്ടെന്ന് പറയട്ടെ, എല്ലാവരും ആരായി? പാപികളായി. പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണമാണ്. അങ്ങനെ മനുഷ്യൻ പാപികളായി. ഈ പാപികളായി കഴിഞ്ഞപ്പോൾ ഇനി ഇവരെ രക്ഷിക്കാൻ എന്താ വഴി? പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, ആശ പാശമാകും. ആശ എന്ന് പറഞ്ഞാൽ മോഹം, പാശം എന്ന് പറഞ്ഞാൽ കയറ്. ആശ പാശമാകും കുറ്റികൾ കയറുമായി അറുത്ത് നീക്കണം. വലിയ അർത്ഥം ആ പാട്ടിനൊക്കെ. അപ്പോൾ അങ്ങനെ മനുഷ്യൻ മരണത്തിന് വിധിക്കപ്പെട്ടു. കാരണം പാപമാണ്. ഇനി എന്താ വഴി? പാപം ചെയ്യാതിരിക്കണം. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി കർത്താവ് അവർക്ക് നിയമം കൊടുത്തു. നിയമം 10 കൽപ്പന കൊടുത്തു. കാണാൻ അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്ക്. 10 കൽപ്പന പഠിക്കണം കേട്ടോ. ശരിക്കും പൊക്ക്. അറിയാവുന്നവർ ചോദിക്കുമെന്ന് പേടിക്കണ്ട, ചോദിക്കത്തില്ല, സമയമില്ലാത്തതുകൊണ്ട്. 10 കൽപ്പന കൊടുത്തു. 10 കൽപ്പന കൊടുത്തത് രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? നിയമം കൊടുത്തത് രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? രക്ഷിക്കാനാണ് നിയമം. ഹെൽമറ്റ് വെക്കണം. രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? നമ്മൾ ഹെൽമറ്റ് വെക്കുന്നത് രക്ഷപ്പെടാനോ ശിക്ഷ ഒഴിവാക്കാനോ? നമ്മൾ ഹെൽമറ്റ് വെക്കുന്നത് രക്ഷപ്പെടാനോ ശിക്ഷ ഒഴിവാക്കാനോ? ശിക്ഷ ഒഴിവാക്കാൻ. ശിക്ഷ വേണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽമറ്റ് വെക്കുമോ?
ഇല്ല. വെക്കുവോ? ഇല്ല. റാന്നിയിലൊരു ഉപദേശി ഇങ്ങനെ പോയി, ഹെൽമെറ്റ് നടന്ന സംഭവം, ഹെൽമെറ്റ് വെക്കാതെ പോയി, പോലീസിൻ്റെ പിടിയിൽ ചെന്ന് പെട്ടു. പോലീസ് പിടിച്ചപ്പോൾ പുള്ളി ഓടിച്ചെന്ന് പറഞ്ഞ്, സാറേ ഞാനൊരു പാസ്റ്ററാണ്, പ്രസംഗിക്കാൻ പോകും, അതുകൊണ്ടാണ് വെക്കാഞ്ഞ്, ഒത്തില്ല, സോറി. സാറ് പറഞ്ഞു, അയ്യോ ഒരു കുഴപ്പമില്ല പാസ്റ്റർ, അവിടെ നിന്നെ എനിക്ക് പാസ്റ്റർ, എനിക്ക് പാസ്റ്റർമാർ SI പറയുക, പാസ്റ്റർമാരുടെ വലിയ ബഹുമാനമാണ്, നിങ്ങളൊക്കെ പ്രസംഗിക്കണം, എന്നാലേ ഈ നാട് നന്നാകത്തുള്ളതെന്ന് പറഞ്ഞ പുള്ളി അങ്ങ് ബൂസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, എന്നാലും എൻ്റെ പാസ്റ്ററെ തലയുണ്ടല്ലേ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ, അതുകൊണ്ട് ഫൈൻ അടിച്ചിട്ട് പോയാൽ മതി. അപ്പം നോക്കണേ, നിയമം രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? രക്ഷിക്കാൻ. പക്ഷേ രക്ഷാകാരണമായ നിയമം എന്താകും? ശിക്ഷാകാരണമാകും. കണ്ടോ, ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം. ദൈവം മനുഷ്യനോട് നിയമം കൊടുത്തു, നീ മുഖത്തെ ശ്രദ്ധിച്ച് കേൾക്കണേ, മുഖത്തെ വേർപ്പോട് എന്ത് ചെയ്യണം? ഉപജനം എന്ന് പറഞ്ഞാൽ വേർത്താലേ എന്ത് ചെയ്യാവൂ? ആഹാരം കഴിക്കാവൂ. വേർക്കാതെ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. അങ്ങനെയാണ് രാവിലെ പിള്ളേരെ എന്തെങ്കിലുമൊക്കെ വെള്ളം കോരും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വൈകുന്നേരം വന്നിട്ട് എന്തോ പറിക്കാൻ വിടുമായിരുന്നു? വൈകുന്നേരം വന്നിട്ട് എന്തോ പറിക്കാൻ വിടും? പോച്ച പറിച്ചിട്ടുള്ളവരൊന്ന് കൈ പൊക്കിക്കേ. പോച്ച പറിച്ചിട്ടുണ്ട് മുറ്റത്തെ, ഇങ്ങനെ ഓണത്തിന് സേവനവാരത്തിനല്ല, പശുവിന് പോച്ച പറിച്ചിട്ടുണ്ടോ? പശുവിന് പോച്ചയൊക്കെ പറിക്കാൻ വിടും. എന്തിനാ? ഒരു പ്രിൻസിപ്പിളാണ്, വേർത്തിട്ട് എന്ത് ചെയ്യാവൂ? കഴിക്കാവൂ. വേർക്കാത്ത ഒരാൾ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. പക്ഷേ മനുഷ്യർ വേർക്കാതെ കഴിക്കാൻ തുടങ്ങി. നാട്ടിലെ പ്രശ്നമാണ്. ഏത് മനുഷ്യനും ചത്താൽ ഒറ്റ പേരേ ഉള്ളൂ, എന്താ? ശവം. എന്നാൽ എൻ്റെ നാട്ടിലെ കോഴി ചത്താൽ ഒത്തിരി പേരാ. ഷവർമ്മയായി, അൽഫാമായി, KFC ആയി, ചിക്കിങ്ങായി, ബാർബിക്യൂ ആയി, പിന്നെ പറ ബട്ടർ ചിക്കനായി, ചിക്കൻ പെരിപ്പെരിയായി, ചിക്കൻ 65 ആയി, ഇനിയും കുറേ പേര് പറയടാ. കഠായി ആയി, പിന്നെ ചിക്കൻ റോസ്റ്റായി, പിന്നെ കണ്ടോ എന്ത് പേരുണ്ട്. ബാക്കി മനുഷ്യൻ ചത്ത എന്ത് മാത്രമാണ്? ശവ. കോഴി ചത്ത എന്തോ പേരാണ്. ഒരു കോഴിയായി ജനിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം പേരാ. കണ്ടോ? അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഇതെല്ലാം വേർക്കാതെ കഴിച്ച് മനുഷ്യന് ശിക്ഷ കിട്ടി. ആ ശിക്ഷയുടെ പേരറിയാമോ? എന്താ? ഷുഗർ. പുറമോട്ട് നോക്കിയാൽ മതി, കൈ പൊക്കിക്കുന്നില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. അപ്പം ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ എന്തോ പറഞ്ഞു? ആദ്യം മരുന്നല്ല, നല്ല ഡോക്ടർ കൊടുക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്ന് 45 മിനിറ്റ് എന്ത് ചെയ്യണം? കൈ വീശി നടക്കണം. നടന്ന് എന്ത് ചെയ്യണം? വേർക്കണം. വേർത്താൽ എന്തോ മാറും? രോഗം മാറും. വേർക്കാതിരുന്ന് കഴിച്ചപ്പോൾ ശിക്ഷ കിട്ടിയില്ലേ? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. അങ്ങനെ മനുഷ്യന് ശിക്ഷ കിട്ടി. എന്ത് ലംഘിച്ചു? നിയമം. അപ്പം നമ്മൾ സൺഡേ സ്കൂളിൽ പോയിട്ടില്ല, നിയമം അറിയത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ അകത്ത് എന്തോ ഉണ്ട്? മനസ്സാക്ഷി. എന്തോ ഉണ്ട്? മനസ്സാക്ഷി. അത് വെച്ച് എന്തോ ചെയ്യും? ന്യായം വിധിക്കും. അപ്പോൾ മനുഷ്യൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് അവന് കഴിയുന്നില്ല. ഒക്കുന്നുണ്ടോ? ഇല്ല. കാരണം മനുഷ്യൻ ആരാ? പാപികളാ, അല്ലേ? പാപികളാ. ഈ മനുഷ്യരോടെല്ലാം എൻ്റെ ഈ ഡയബറ്റിക് രോഗികൾക്ക് അറിയാം. എനിക്ക് ചെറുതായിട്ട് ഡയബറ്റിക് ഉണ്ട്. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ നേഴ്സായിരുന്നു. അമ്മയാണ് മധുരം തൊടത്തുപോലും ഇല്ല. രാവിലെ ഒരു കപ്പ് ചായ, ഭയങ്കര വയറ്റിൽ കത്തലാന്ന് പറയും, അതിന് 1 കപ്പ് ചായയുമായിട്ടിരിക്കും. പക്ഷേ എൻ്റെ അമ്മ മധുരം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അമ്മയുടെ കയ്യെ പഞ്ചാര കാണും, ഇടയ്ക്കിടയ്ക്ക് നക്കുമായിരുന്നു. മധുരം കഴിച്ചോ? ഇല്ല. പഞ്ചാര ചായക്കകത്ത് ഇട്ടോ? ഇല്ല. പക്ഷേ എവിടെ ഉണ്ട്? കയ്യേ ഉണ്ട്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം. നല്ല ആഗ്രഹം, നന്മ ജീവിക്കണം. ഒക്കുന്നുണ്ടോ? ഇല്ല. ഒക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ വർഷവും പുതിയ ക്ലാസ്സിൽ കയറുമ്പോൾ തീരുമാനിക്കും, ഈ വർഷം എന്തോ ചെയ്യും, അന്നെന്നുള്ളതെല്ലാം എന്ത് ചെയ്യും. എന്നിട്ട് പഠിച്ചോ? ഇല്ല. ഞാൻ 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ മക്കളെ, എൻ്റെ പാവം പപ്പ പോയിട്ട് ഒരു സമ്മാനം എനിക്ക് കണ്ടെത്തുന്നൂടോ. എനിക്ക് കിട്ടിയ സമ്മാനം എന്താണെന്നറിയാം? വട്ടത്തിൽ ഇരിക്കും, താഴെ 2 കാല്, മേശപ്പുറത്ത് വെക്കാം, മേളിലൊരു 1-2 സാധനമൊക്കെ ഉണ്ട്, അതിൻ്റെ പുറകിൽ കുറച്ച് സൂനായൊക്കെ ഉണ്ട്. പേര് പറയാമോ? ടൈം പീസ്. കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇല്ല. ടൈം പീസ് ഉണ്ടോ? ഇല്ല. ടൈം പീസ് കണ്ടിട്ടുള്ളവരൊന്ന് കൈ പൊക്കിക്ക്. കണ്ടോ? നിങ്ങൾ ടൈം പുറമോട്ട് നോക്കിയാൽ മതി. അമ്മയോട് ചോദിച്ചു, വരച്ച് കാണിക്കും. ടൈം പീസ് കണ്ടിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ 10ാം ക്ലാസ്സിൽ ടൈം പീസ് മേടിച്ചു തന്നു. എന്തിനാണെന്നറിയാമോ? മോനെ, രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? പഠിക്കണം. ഞാൻ വളരെ ഡീസൻ്റായിരുന്നു. നേരത്തെ കിടന്നുറങ്ങി. 4 മണിക്ക് അലാറമൊക്കെ വെച്ച് 4 മണിയാകുമ്പോൾ ഇവൻ ഒറ്റ അടിയാ. എൻ്റെ മക്കളെ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ചെയ്തെന്നറിയാമോ? അടിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി പറഞ്ഞോ? എന്തോ ചെയ്തു? അവിടെ കിടന്നുകൊണ്ട് ഒറ്റ ഞെക്ക്. എവത്തല്ല മേൽ. അങ്ങനെ അലാറം അടിച്ചിട്ട് ഞെക്കി ഓഫായിട്ട് ഉറങ്ങിയവരൊന്ന് കൈപൊക്കിക്കേ. പൊക്ക് പിള്ളേർ കാണട്ടെ. അലാറം അടിച്ചു, എന്നിട്ട് എന്തോ ചെയ്തു? അലാറം വെച്ചേ എന്തിനാ? എഴുന്നേക്കാൻ, എന്നിട്ട് പഠിക്കാൻ. എന്നിട്ട് എന്തോ ചെയ്തു? ഓർത്തോ? ഇല്ല. നന്മ മക്കളെ കേൾക്ക്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ബാക്കി കാര്യം പറയണോ? വേണ്ട. പറയണോ? വേണ്ട. പറയണോ?
ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം. ചെറിയ കാര്യം പോലും ഒക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ മനുഷ്യൻ പാപം അവൻ്റെ നിയമം ലംഘിക്കാൻ തുടങ്ങി. നിയമം ലംഘിച്ചപ്പോൾ എന്തോ കിട്ടും? നിയമം ലംഘിച്ചാൽ എന്തോ കിട്ടും? ശിക്ഷ കിട്ടും. ദൈവകോടതിയുടെ ഒരു ശിക്ഷയുണ്ട് മക്കളെ. ലോകകോടതി ശിക്ഷിച്ചാൽ മാക്സിമം തൂക്കിക്കൊല്ലും. തൂക്കിക്കൊന്നാൽ എല്ലാം തീരത്തില്ലേ? പക്ഷേ ദൈവകോടതിക്ക് ഒരു പ്രശ്നമുണ്ട്, ചത്താലും തീരത്തില്ല മക്കളെ. 40 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി 10 വർഷം കഴിഞ്ഞപ്പം പൂജപ്പുര സെൻട്രൽ ജയിലിൽ മരിച്ചുപോയി. എന്തോ ചെയ്യും? ബോഡി ബോഡി എന്തോ ചെയ്യും? അടക്കുമോ? അതോ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കോഴ്സ് തീരുന്നണം, കാലാവധി തീരുന്നണം വരെ വെച്ചോണ്ടിരിക്കുമോ? ഇല്ല. ചത്തു, എന്തോ തീരും? ചത്തപ്പോൾ എന്തോ തീർന്നു? മക്കളെ, ദൈവകോടതിക്ക് ഒരു പ്രശ്നമുണ്ട്. ചത്താലും പൊക്കി ലൈവായിട്ട് കണ്ട നിർത്തും. ഒരിക്കൽ മരിക്കുകയും മരിച്ചവർ ആപാലവൃത്തം എവിടെ നിൽക്കേണ്ട വന്നു? സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും കണ്ടോ? ശിക്ഷ വന്നു. അപ്പം മരണവും ശിക്ഷയും എല്ലാം വന്നു. ഇനിയും രക്ഷിക്കാൻ എന്താ വഴി? യാഗം നടത്തണം എന്ന് പറഞ്ഞാൽ നാം മരിക്കേണ്ടതിന് പകരം ആര് മരിക്കണം? മൃഗം മരിക്കണം, അല്ലേ? നാം മരിക്കേണ്ട സ്ഥാനത്ത് ആര് മരിക്കണം? മൃഗം മരിക്കണം. അങ്ങനെ യാഗങ്ങൾ നിലവിൽ വന്നു. മനസ്സിലായി? യാഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ഡെത്താണ്. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് ആര് മരിക്കുന്നു? മൃഗം മരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം. പാപം ചെയ്തു, യാഗം കഴിച്ചു, പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്ത് കഴിക്കും? പിന്നെ എന്ത് ചെയ്യും? ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും എബ്രായ ലേഖനം പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒക്കുന്നുണ്ടോ? ഇല്ല. പരിഹാരമായോ? ഇല്ല. പരിഹാരമായോ? ഇല്ല. ഇനി എന്താ പ്രശ്നം? പാപത്തിൻ്റെയും അതിൻ്റെ ശിക്ഷയുടെയും അതിൻ്റെ പ്രതിവിധികളായ യാഗകർമാദികളാകുന്ന മതത്തിൻ്റെ നിബന്ധനകൾ, അതിൻ്റെ എല്ലാം ഇടയിൽ കിടന്ന് മനുഷ്യൻ കരഞ്ഞു. എൻ്റെ ദൈവമേ, എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടാൻ കഴിയാത്ത നിലവിളിച്ച മനുഷ്യന് വേണ്ടി ദൈവമായ കർത്താവ് രക്ഷാമാർഗം അയച്ചു. അതായിരുന്നു കർത്താവായ യേശുക്രിസ്തു. ദൈവം ആരായി? മനുഷ്യനായി. എല്ലാ മക്കളും പറഞ്ഞേ, ദൈവം ആരായി? ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം നയാഗ്ര വെള്ളച്ചാട്ടമാണോ? ചൈനയുടെ വൻമതിലാണോ? അതോ ദൈവം മനുഷ്യനായതാണോ? ദൈവം മനുഷ്യനായി. കാരണം ദൈവം വലിയ സർവശക്തൻ, സ്വർഗത്തിൽ വസിക്കുന്ന, ഇന്നും ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ അഴിഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ച ചരാചരങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവം ഇപ്പോൾ ആരായി? മനുഷ്യനായി. നമ്മളെപ്പോലെ ഒരു കൊച്ചു കുഞ്ഞായി വയറ്റിൽ കിടക്കുന്നു, പിന്നെ കാലിത്തൊഴുത്തി കിടക്കുന്നു. കണ്ടോ? ദൈവം മനുഷ്യനായി. പിന്നെ മനുഷ്യനായ ദൈവം ഇങ്ങനെ വളർന്ന് വരികയാണ്. 30ാമത്തെ വ്യത്യസ്ത. അപ്പം ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ദൈവം ആരായി? മനുഷ്യനായി. പറഞ്ഞേ, ദൈവമാരായി? മനുഷ്യനായി. അവൻ ദൈവരൂപത്തിൽ ഇരിക്കുക. ദൈവത്തുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്ത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ? ദൈവം താഴ്ത്തപ്പെട്ടു, ദൈവം ഒഴിക്കപ്പെട്ടു, ദൈവം മരണപ്പെട്ടു. ദൈവം ആരായി? മനുഷ്യനായി. ദൈവം മനുഷ്യനായി. ആരായി? ദൈവം മനുഷ്യനായി. ആ മനുഷ്യനായ ദൈവത്തിൻ്റെ പേരെന്താ? യേശുക്രിസ്തു. അവൻ തൻ്റെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് വിടിയിപ്പാനിരിക്കൊണ്ട് അവൻ എന്തെന്ന് പേരിടണം? യേശു. അപ്പോൾ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറ. തൻ്റെ ജനത്തെ, യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ്റെ പേരാണെന്ത്? യേശു. ഒന്നുകൂടെ പറഞ്ഞേ, ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ആളുടെ പേരെന്താ? യേശു. അങ്ങനെ ദൈവം മനുഷ്യനായി. 30 വയസ്സ് വരെ ദൈവം മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴ്പ്പെട്ട് ജീവിച്ചു. മക്കളൊക്കെ പറഞ്ഞേ, 30 വയസ്സ് വരെ യേശു എന്ത് ചെയ്തു? അപ്പോൾ എൻ്റെ പൊന്നും മക്കളോട് പറയുക, വഴി തിരഞ്ഞെടുക്കേണ്ടി വരും. പക്ഷേ ആർക്ക് കീഴ്പ്പെട്ടോണം? പറ ഉറക്കെ പറ. ഒന്നുകൂടെ പറഞ്ഞേ, എങ്ങനെ ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. ഞാനൊരു നടന്ന സംഭവം പറയാം. പേര് പറയത്തില്ല, നാട് പറയത്തില്ല, കാരണം ലൈവും ഉണ്ട്, പറയത്തില്ല. അതെൻ്റെ മര്യാദ. എങ്കിലും ഒരു സംഭവം, ഒരു ദിവസം കുറേ നാൾക്ക് മുമ്പ് ഞാൻ റാന്നി നിൽക്കുമ്പോൾ എനിക്കൊരു സംഭവം കേട്ട്, എനിക്കറിയാവുന്ന എൻ്റെ ഒരു ബിസിനസ് സുഹൃത്ത്, എൻ്റെ ഒരു ബന്ധുവാണ്, അവനെ വിളിച്ച് പറഞ്ഞ, അച്ഛാ 2 വണ്ടിയാണ് നിറച്ച് റാന്നി കൂടെ കറങ്ങുക. 2 വണ്ടി മുഴുവൻ പിള്ളേരാ, സകല ക്രമീകരണമുണ്ട്, ആടിച്ച് ശരിയാക്കും. 2 വണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താടാ? പെണ്ണിനെ അടിച്ചുകൊണ്ട് ഒരുത്തം പോയേക്കുക, പൊക്കാൻ ഇറങ്ങിയേക്കുക. 2 വണ്ടി പിള്ളേരാണ്, ഊരുള്ള പിള്ളേരാണ്, ഒരു നാട് മുഴുവൻ ഇളകി വന്നേക്കുക. ആണോ? ആരടാ ചെറുക്കൻ? അറിയത്തില്ല, പക്ഷേ ഒരു പാസ്റ്ററുടെ മോനാണെന്നറിയാം. ഒരു പാസ്റ്ററുടെ മോനാണെന്നറിയാം. ഓ ആണോ? ഓ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞടാ, അങ്ങോട്ട് വിടരുത്, നാണക്കേടാ, ആരാൻ തപ്പ്, നമുക്ക് എങ്ങനെയെങ്കിലും ചുരുക്കത്തിൽ എന്തോ ഒരു ക്ലൂ തന്നു. ഞാൻ ഇവരുമായിട്ട് സംസാരിപ്പിച്ചിട്ട് ഇവരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഒരു ഗ്യാരണ്ടി കൊടുത്തു, എവിടെ നിന്നെങ്കിലും കിട്ടിയാലും നമ്മൾ അവരെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു. അല്ലേ നാണക്കേടല്ലേ? എനിക്കാരാന്നറിയത്തില്ല, പക്ഷേ ഒരു ദൈവദാസന നിലയിൽ എനിക്ക് എൻ്റെ സമൂഹത്തോട് ഉത്തരവാദിത്തമില്ലേ? അവസാനം ഈ പാസ്റ്ററുടെ തപ്പി എവിടെ ഏതാ ഒരു എത്തും പിടിയും കിട്ടുന്നത്. എൻ്റെ സ്ഥലത്തു നിന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു സ്ഥലത്ത്
പാവം പിടിച്ച ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യമാണ് ഇത് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ അവസാനം നമ്പർ കിട്ടി തപ്പിയെടുത്ത് വിളിക്കുമ്പോൾ രാത്രി 12 മണിയായി. ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞ്, പാസ്റ്റർ എനിക്കൊന്നും അറിയില്ല, അവൻ വീട്ടിൽ വന്നിട്ടില്ല, എന്തോ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല, എന്തോ ചെയ്യണം. ഞാൻ പറഞ്ഞു, അച്ഛാ ശനിയാഴ്ച രാത്രിയിലാണ് ഇത്, രാവിലെ പോലീസ് വരും, ഹോളിൽ മോശമല്ലേ, അച്ഛൻ പെട്ടെന്ന് റാന്നിക്ക് വാ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ പൊന്ന് മോനെ, റാന്നിക്ക് വരാൻ ഇപ്പം എങ്ങനെ, വണ്ടിയുമില്ല, പൈസയില്ല, ഇനി ഒരു വണ്ടി വിളിക്കാനും എൻ്റെ ഈ പൈസയില്ല, ഇവിടെ ഒന്നും വണ്ടിയില്ല. ഞങ്ങളുടെ ഈ പാസ്റ്റർമാരുടെ ഗതികേടുണ്ട്, ശനിയാഴ്ച രാത്രി ഒന്നും കാണത്തില്ല, വെല്ലം 5 പൈസ കാണുന്നത് എന്നാ? ഞായറാഴ്ചയാണ്. നമ്മൾ ഞായറാഴ്ച സമ്പന്നന അല്ലേ? പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ വരാൻ, പാവം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പം വണ്ടി വിടാം. അങ്ങനെ ഞാൻ വണ്ടി വിട്ട് ഇവരെ വരുത്തി. പാവം പിടിച്ചൊരു ഉപദേശം, എനിക്ക് സങ്കടം തോന്നി. പാവമാകട്ടോ, നല്ല മനുഷ്യരാ. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചാൽ അറിയത്തില്ല. ചുരുക്കത്തിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അറിഞ്ഞു, ഇവനും ഇവളും കൂടെ, ഒരു പെണ്ണും കൂടെ പ്രേമമായിരുന്നു. കേൾക്കണം, പ്രേമമായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു പെണ്ണ. അപ്പം എല്ലാവരും കൂടി ഇവിടെ ചെന്ന് പറഞ്ഞ്, കൊച്ചെ ഇപ്പം കെട്ടിക്കാൻ ഒക്കത്തില്ല, കാരണം ഇവളെ കണ്ട ഒരു പെണ്ണാന്ന് പറയത്തില്ല, അതുകൊണ്ട് അമ്മയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു 1 വർഷം ഇവിടെ നിൽക്കട്ടെ, ഇച്ചിരി പുളിമ്പടിയും പിണ്ണാക്കും ഏറെ കൊടുക്കുക. അങ്ങനെ ഒന്നുമില്ല, ഇവളൊരു പെണ്ണാന്ന് തോന്നണ്ടേ, അതുവരെയെങ്കിലും ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞ് പിന്നെ കെട്ടിക്കാന്നൊക്കെ പറഞ്ഞ് വിട്ടു കേട്ടോ. എന്നിട്ടുണ്ടല്ലോ, ഈ ചെറുക്കനും പെണ്ണും കൂടി ഇങ്ങനെ ഫോൺ വിളിയൊക്കെ ഉണ്ട്, ഇപ്പം വേണ്ടാന്നൊക്കെ പറഞ്ഞു വിട്ടേ. ഇവളെപ്പോഴും ആരെ വിളിച്ചുകൊണ്ടിരിക്കും പറ? ചെറുക്കനെ വിളിച്ചുകൊണ്ടിരിക്കും. ദേഷ്യം കയറി അമ്മ കൊട്ടുത്തു 2 അടി. ഇപ്പം മര്യാദയ്ക്ക് പഠിക്കാൻ ജോലി പഠിക്കുമ്പോൾ അവിടെ കൊട്ടുത്തു 2 അടി കേട്ടോ. ഈ ചെറുക്കൻ എന്തോ, ഈ പെണ്ണെന്തോ എന്നറിയാമോ, അവനെ വിളിച്ചു, എടാ ഈ തള്ള എന്നെ തല്ലിക്കൊല്ലുന്നടാ, എടാ ബാടാ 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 തിരിച്ചു വിളിച്ചു. ഇവൻ എന്തോ എന്നറിയാമോ, സിനിമ സ്റ്റൈലിൽ വന്നു, സുരേഷ് ഗോപി സ്റ്റൈലിൽ വന്ന് ചാടി ഇറങ്ങി അങ്ങോട്ട് കയറി ഡൈനിങ് ടേബിൾ അങ്ങ് അടിച്ചോടിച്ചു, കസാരയെല്ലാം തല്ലി ഓടിച്ചു. ആരുടെ തടയാൻ ധൈര്യമുള്ളവൻ വേണം, ആർക്കാ ഇത്ര അത്യാവശ്യം, നീ എന്തെങ്കിലും കാണിക്കുക, ആർക്ക് നാട്ടുകാർക്ക് ഇത്ര സോക്കേട്? അപ്പനും അമ്മയും, അപ്പം കയറി വന്ന് ഒറ്റത്തൊഴി, അയാൾ താഴെ, അമ്മ വന്ന് ഒറ്റത്തൊഴി താഴെ, വടി കൈക്ക് പിടിച്ച് അവൻ്റെ ബൈക്കിൻ്റെ പുറകിലോട്ട് കയറ്റി, ധൈര്യം ഉണ്ടോടാ തടയാൻ എന്നൊക്കെ ചോദിച്ച് ഈ പെണ്ണേം കൊണ്ട് അങ്ങ് പോയി. വലിയ പുള്ളിയാ, അവൻ്റെ പുറകെ ഈ പോലീസ് വന്നേക്കുന്നത്. ഇവിടെ ഇട്ടാ. അപ്പം ഞാൻ അവസാനം എസ് പി ഓഫീസിൽ പോയി. എനിക്ക് എന്തൊരു സോക്കാണെന്നറിയാം. എസ് പി ഓഫീസിൽ പോയി, അവിടെ ലോക്കൽ പോലീസിനെ പോയി, പിന്നെ ഈ പാസ് താമസിക്കുന്ന ലോക്കൽ പോലീസിൽ പോയി. ഞാൻ വെളുപ്പിനെയാണ് വന്ന് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഹോളിൽ പോലീസ് കയറാൻ പാടില്ല. ഹോളിൽ രാവിലെ പോലീസ് ചെല്ലാൻ നോക്കുമോ? ഇല്ല. എപ്പം അറിവ് കിട്ടുന്നു ഇവൻ എവിടെ വന്ന് അപ്പം ഞങ്ങൾ അറിയിച്ചിരിക്കും. അവസാനം ഈ പെണ്ണിനെ കിട്ടുമ്പോൾ ഇവൾ 1 മാസം ഗർഭിണിയാണ്. 1 മാസം ഗർഭിണിയാണ്. ഇത്രയേ ഉള്ള ഒരു നരന്ത പെണ്ണ്. 3 മാസം കഴിഞ്ഞില്ല, ഒരു ആക്സിഡൻ്റ് ആവാൻ മരിച്ചുപോയി. തന്തയും തള്ളയും അടിച്ചിറക്കിയിട്ട് വന്ന ഇന്ന് 18 വയസ്സ് 19 വയസ്സുള്ളൊരു പെണ്ണൊരു കൊച്ചിനെ വളർത്തുക, 19ാമത്തെ വയസ്സ് വിധവ. എന്താ കാര്യം? ആരെ ഒന്നാം കൽപ്പന എന്താ? 2ാം കൽപ്പന എന്താ? എൻ്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കാൻ, തല്ലിക്കൊന്ന് വലിച്ചിറക്കി പാടേ എന്ന് പറഞ്ഞുകൊണ്ട് പോയതാ, താണ്ടി കിടക്കുന്നു. കണ്ടോ? ഇപ്പം 19ാമത്തെ വയസ്സ് ഒരു വിധവ. ഇതുകൊണ്ടാണ് വചനം പറയുന്നത്, നിൻ്റെ അപ്പനെ അമ്മയെ എന്ത് ചെയ്തോണം? മനസ്സിലായോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ആരോട് പറയണം? അല്ല, നിൻ്റെ കൂട്ടുകാരി എന്ന് പറയരുത്. അപ്പനോട് പറഞ്ഞാൽ അപ്പം പറയും ഇപ്പം കൊല്ലും പാടി എന്നൊക്കെ പറഞ്ഞാലും ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് ക്ഷമിക്കത്തില്ലേ? അമ്മ പറയും നീ പോയോടി, ഉണ്ട്, ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഇച്ചിരി കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആക്കത്തില്ലേ? അപ്പോൾ എന്തോ വന്നാലും ആരോട് പറയണം? കൂട്ടുകാരോടല്ല, ആരോട് പറയണം? അപ്പനും അമ്മയോടും പറയണം. നിൻ്റെ അപ്പനെ അമ്മയെ എന്ത് ചെയ്യണം? വേഗം. യേശു കർത്താവ് 30 വയസ്സ് വരെ ആർക്ക് കീഴ്പ്പെട്ടിരുന്നു? 30ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ് 3.5 വർഷക്കാലം പരിശുദ്ധ ചെയ്തു. ആ നന്മ മാത്രം ചെയ്തു. എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ക്രിസ്തുവിനെ ഗതസമനയുടെ രാത്രി അറസ്റ്റ് ചെയ്തു. മതപ്പോലീസ് കൊണ്ടുപോയി. അന്നാസും കയ്യഫാവും സന്നദ്ധി സംഘം കൊണ്ടുപോയി. മതപ്പോലീസിൻ്റെ അടുക്കുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ കോർട്ടിൽ കൊണ്ടുവന്നു. അവിടെ പീലാത്തോസിൻ്റെ കോടതിയിൽ കൊണ്ടുവന്നു. പീലാത്തോസ് നോക്കിയിട്ട് ഒരു തെറ്റും കാണുന്നില്ലെന്നൊക്കെ കണ്ടിട്ട് തിരിച്ച് ഹെരോദാസിൻ്റെ അടുക്ക വിട്ടു. അല്ലേ? ഹെരോദാസ് തിരിച്ച് വീണ്ടും ആരെടുക്ക വിട്ടു? പീലാത്തോസിൻ്റെ അടുക്ക വിട്ടു. ആരെടുക്ക വിട്ടു? പീലാത്തോസിൻ്റെ അടുക്ക. പീലാത്തോസ് കാര്യം മുഴുവൻ പഠിച്ചിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഒരു ആൾ പറയുകയാണ്, ഈ കോടതി പറഞ്ഞു, കോടതിക്ക് ഭയങ്കര, ഇന്നും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ജുഡീഷ്യറിയാണ്, കോടതിയാണ്. കോടതി കൂടെ വിലക്കെടുത്ത പിന്നെ നമ്മൾ എന്തോ ചെയ്യും? ന്യായം നടത്തി തരേണ്ട ജോലി ആരുടേതാണ്? കോടതിയുടെ ആപ്തവാക്യം എന്താ? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കപ്പെടാം. അതാണ് കോടതിയുടെ ആപ്തവാക്യം, അല്ലേ? അങ്ങനെയെങ്കിൽ പീലാത്തോസിൻ്റെ കോടതി പറഞ്ഞു, പീലാത്തോസ് റോമൻ കോടതിയാണ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. പീലാത്തോസ് പറഞ്ഞു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ബാക്കി പറഞ്ഞേ,
ബാക്കി പറ. നിങ്ങൾ വക്കീലൊന്നും പഠിക്കണ്ട, ബാക്കി പറഞ്ഞു. ഈ കോടതി പറയുന്നു ഈ നിൽക്കുന്ന പ്രതി ഞാനൊരു തെറ്റും കാണുന്നില്ല. ബാക്കി പറ, ബാക്കി പറയടാ. അതുകൊണ്ട് ഈ കോടതി ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു? വെറുതെ വിടുന്നു. അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെയാണോ പറയേണ്ടത്? ആണോ? 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 പൗരബോധം ഉണ്ടേ പറ. ആണോ? 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 അങ്ങനെ ആണെങ്കിൽ, പക്ഷേ ലോക ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഒരു കോടതി പറഞ്ഞു ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല, അതുകൊണ്ട് ഇവനെ അടിപ്പിക്കാം. ശരിയാണോ തെറ്റാണോ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? അത് തെറ്റ്. മൂത്തതും ഇളയതും ഇച്ചിരി ഗ്യാപ്പുണ്ട്. ഇളയത് കരഞ്ഞുകൊണ്ട് വരും, എന്നെ അച്ചാച്ച അടിച്ചേ, അച്ചാച്ച അടിച്ചേ. അച്ചാച്ച അറിഞ്ഞതുപോലും അല്ല. അമ്മ ആരെ അടിക്കാൻ ചെല്ലും? അച്ചാച്ചനെ. അപ്പോൾ അച്ചാച്ചൻ എന്തോ പറയും? അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ വെറുതെ പിടിച്ചടിച്ചേക്കണം, ഞാൻ അറിഞ്ഞിട്ട് പോലും, ഞാൻ തോട്ടിട്ട് പോലില്ല, എൻ്റെ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ അമ്മ എന്താ പറയും? നീ മൂത്തതല്ലേ, ഇരിക്കട്ടെ. അപ്പോൾ അവനെന്താ പറയും? മൂത്തതായി എൻ്റെ കുറ്റമാണോ? എൻ്റെ കുറ്റമാണോ? എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ എന്ത് ചെയ്തേക്കരുത്, തൊട്ട് പോകരുത് പറയുമോ? ഇല്ല, പറയത്തില്ലേ? കാരണം തെറ്റ് ചെയ്യാതെ അടിമണിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കുമോ? ഇല്ല. പക്ഷേ യേശു കർത്താവ് ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ പറഞ്ഞു, നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടൻ, ഒരു ദോഷം ചെയ്യാത്ത വിമലീകരിക്കപ്പെട്ട വിശുദ്ധനായ പവിത്രനായ കർത്താവിനെ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് റോമൻ കോടതി ശിക്ഷിക്കാൻ തുടങ്ങി. റോമൻ കോടതിയുടെ ശിക്ഷാ മാർഗം എന്ന് പറയുന്നത് കൽത്തളത്തിൽ കുനിച്ച് നിർത്തിയിട്ട് റോമൻ ചാട്ടം കൊണ്ട് അടിക്കും. ചെറിയ ചാട്ടയല്ല അത് കേട്ടോ. ഓരോ ചാട്ടയിലും ഒത്തിരി ലെയറുണ്ട്. ഓരോ ലെയറിലും കൊളുത്തുകളുണ്ട്, മുള്ളുകളുണ്ട്, ഈയക്കട്ടികളുണ്ട്. അതുകൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ എന്തോ പറ്റുമെന്നറിയാമോ? ആ മാംസത്തിലേക്ക് ആഞ്ഞ് വികറും. തിരിച്ചെടുക്കുമ്പം മാംസത്തെ പറ്റിപ്പിടിച്ചിരിക്കും. അടുത്ത അടി കുറച്ചുകൂടെ ആഞ്ഞിറങ്ങാൻ അടുത്തുള്ള കഴുകിയെടുക്കും കൽത്തുളത്തിൽ, എന്നിട്ട് വീണ്ടും അടിക്കും. അങ്ങനെ 1 കുറയെ 40 അടി. എന്തായിരുന്നു കുറ്റം? എന്തായിരുന്നു കുറ്റം? പറ, എന്തായിരുന്നു കുറ്റം? ഒരു കുറ്റവും ഇല്ലാത്തവൻ അടിയേറ്റു. എന്തിനാ അടിയേറ്റേ? റോമർ 8:1 വായിച്ചേ. റോമർ 8:1. റോമർ 8:1. therefore അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് എന്തില്ല? എല്ലാവരും വാക്യം ഉറക്കെ പറഞ്ഞേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് എന്തില്ല? മക്കളെല്ലാം പറഞ്ഞേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് എന്തില്ല? അതിൻ്റെ താഴത്തെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ എന്ത് വരുത്തി? സ്വാതന്ത്ര്യം. ഇനി അടുത്ത വാക്യം വായിച്ചേ. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ എന്ത് ചെയ്തു? ശിക്ഷ വിധിച്ചു. ആരുടെ പാപം? ആരുടെ പാപത്തിന്? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ആരുടെ മേലായി? യേശുവിൻ്റെ. മക്കളെ, മുഴുവൻ സാർവത്രികമായി മുഴു ലോകത്തിന് വേണ്ടി ആര് മരിച്ചു? യേശു മരിച്ചു. മുഴുവൻ പേർക്ക് വേണ്ടിയാണ് മരിച്ചത്. സംശയമൊന്നും വേണ്ട. മുഴുവൻ മനുഷ്യരുടെയും ശിക്ഷ ആരെ ഏറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. എന്നാൽ ഒരു ചെറിയ പ്രശ്നം, ഈ ശിക്ഷ നമുക്ക് രക്ഷയായി മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ വിശ്വാസത്താൽ ആ രക്ഷയെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. എല്ലാവരും പറഞ്ഞ്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ കർത്താവ് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അങ്ങനെ ക്രിസ്തു യേശു നമുക്ക് വേണ്ടി എന്തേറ്റു? ശിക്ഷയേറ്റു. ഈ ശിക്ഷയേറ്റ കർത്താവ് നമ്മുടെ മാനവ ലോകത്തിൻ്റെ രക്ഷയായി, നമ്മുടെ സമാധാനത്തിനായി, യെശയ്യാ പറയുന്നു, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് പത്രോസ് പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതി ജീവിക്കേണ്ടതിന് ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ടാകുന്നത് നാം വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ്. എങ്ങനെ? വിശ്വാസത്താൽ ആരെ സ്വീകരിക്കണം? യേശുവിനെ. റോമർ 10:9 കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? കൊണ്ട് ഒന്നും പറഞ്ഞേ. കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് രക്ഷയ്ക്കായി കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റുപറയണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? രക്ഷിക്കപ്പെടുത്തു. പറഞ്ഞേ, അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? മക്കളെല്ലാം ഉറക്കെ പറഞ്ഞേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം, വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ചെറിയ കാര്യമാണ്, അല്ല, വലിയ വില കൊടുക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസം. ആണോ? ആണോ?
അപ്പോൾ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക? ചെറിയ ഒരു കഥ പറഞ്ഞ്, അതിനെക്കാട്ടും നല്ലൊരു കഥ എൻ്റെ ഹൃദയത്തിൽ ഇല്ല അതിനെക്കുറിച്ച് പറയാൻ. ക്രിസ്മസിൻ്റെ കാലം, യേശു കർത്താവിൻ്റെ തിരുപ്പിറവി കൊണ്ടാടുന്ന കാലം. മക്കൾ ശ്രദ്ധിക്കണേ, എൻ്റെ പൊന്നോമന മക്കൾ ശ്രദ്ധിക്കണേ. അപ്പോൾ യേശു കർത്താവിൻ്റെ തിരുപ്പിറവി കൊണ്ടാടുന്ന ഒരു സമയത്ത് ഒരു പാശ്ചാത്യ രാജ്യത്ത് ഒരു പള്ളിയും പള്ളിയോട് ചേർന്ന് പള്ളിയുടെ ഒരു സ്കൂളും. അപ്പോൾ പള്ളി കമ്മിറ്റി കരോൾ സർവീസ് നടത്തുമ്പോൾ ഒരു തീരുമാനമെടുത്തു, സ്കൂളിലെ എല്ലാ ക്ലാസ്സുകാരും ഓരോ പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം കൊടുത്തു, തിരുപ്പിറവി നാടകമാക്കണം. തിരുപ്പിറവി ഉണ്ടല്ലോ, യേശുവിൻ്റെ ജനനം എന്താക്കണം? നാടകമാക്കണം. നാടകം ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കാര്യമായിരുന്നു. എന്ത്? നാടകം. ഷേക്സ്പിയറിൻ്റെ ഡ്രാമകൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലുണ്ടായിരുന്ന നാടകങ്ങൾ അല്ലേ? അപ്പോൾ ആ നാടകം ആക്കണം. അങ്ങനെ ഇവർ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ആ ക്ലാസ്സുകാരുടെ മുന്നിൽ ഒരു പ്രശ്നം. ആ ക്ലാസ്സിലൊരു പാവം കൊച്ചനുണ്ടായിരുന്നു. പാവം, സ്ലോയാണ്, അവൻ പാവമാണ്. അവൻ്റെ പേര് വാലസ് എന്ന് പറയുന്ന ഒരു പാവം കൊച്ചനുണ്ടായിരുന്നു. അവനൊരു കാര്യം പഠിച്ചെടുക്കാനൊക്കെ വലിയ പാടാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തോ ചെയ്യും, വാലസിനെ അങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പം കുറച്ച് പേര് പറഞ്ഞു, മോശമാണ്, വാലസിനെ ഒഴിവാക്കിയാൽ ആരിഷ്ടപ്പെടത്തില്ല? പറ, വാലസിനെ ഒഴിവാക്കിയാൽ ആർക്ക് സങ്കടമാകും? ഒരു വയ്യാത്ത കൊച്ചനെ ഒഴിവാക്കിയാൽ ഈശോയെ സഹിക്കുമോ? ഈശോയ്ക്ക് ഇഷ്ടമാണോ? അല്ല. അതുകൊണ്ട് യേശുവിന് സഹിക്കത്തില്ല. അതുകൊണ്ട് ആരെ ഒഴിവാക്കണ്ട? വാലസിനെ. ഇനി വാലസിനെ എന്തോ ചെയ്യും? അവരെല്ലാം കൂടെ കൂടി തീരുമാനിച്ചിട്ട് ഒരു കാര്യം ചെയ്തു. ഏറ്റവും ചെറിയൊരു റോള് കൊടുക്കാം, സത്ര ഉടമയുടെ ജോലി കൊടുക്കാം. ജോസഫും മറിയയും കൂടെ സത്രത്തിൽ വരും. എന്നിട്ട് ചോദിക്കും, ഞങ്ങൾക്ക് എന്ത് തരാമോ? ഒരു സ്ഥലം തരാമോ? അപ്പോൾ സത്ര ഉടമ പറയണം, എന്ത് പറയണം? വഴിയമ്പലത്തിൽ എന്തില്ലായിരുന്നു? സ്ഥലമില്ലായിരുന്നു. ഇവിടെ നോ പ്ലേസ് എന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് കഥ കടയ്ക്കണം. ഇത്രയും ചെയ്താൽ മതി. അത് തന്നെ പഠിക്കാം. പാവം വാലസ് കഷ്ടപ്പെട്ട് കേട്ടോ. പാവമല്ലേ അവൻ, പാവമാണ് വാലസ്. അങ്ങനെ പഠിച്ചു, കഷ്ടപ്പെട്ട് അവനും അത് പഠിച്ചു. ഇത്രയും പറഞ്ഞാൽ മതി. സോറി, നോ പ്ലേസ്. പാടുണ്ടോ? അത്രയും പഠിച്ചു. പക്ഷേ നാടകം തുടങ്ങി. പാവം ജോസഫും മറിയത്തെയും താങ്ങി പിടിച്ചുകൊണ്ട് വരിക. റിഹേഴ്സലിലൊന്നും മറിയം ഗർഭിണിയായിട്ടൊന്നും വന്നില്ലായിരുന്നു, കൂളായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ജോസഫും മറിയവും പൂർണ്ണ ഗർഭിണിയായിട്ട് മറിയത്തെയും താങ്ങി പിടിച്ചുകൊണ്ട് വരിക. ഇത് കണ്ടപ്പോഴേ വന്നിട്ട് മുട്ടി. വാലസ് കതക് തുറന്നു. ജോസഫും മറിയം നിൽക്കുന്നു. പാവം മറിയത്തെ കണ്ടപ്പം വാലസ് പാവമല്ലേ, അവനങ്ങ് സങ്കടമായി. മുമ്പേ ദുർബല, പിന്നെ ഗർഭിണി. പാവം യാത്രയൊക്കെ കഴിഞ്ഞ് വരിക. എവിടാ? സെൻസസിന് പോയതാ. കഷ്ടമായിപ്പോയില്ലേ. അവനിങ്ങനെ നോക്കി ഇന്നപ്പം ജോസഫ് ചോദിച്ചു, ഒരു സ്ഥലം തരാമോ? ഇവനൊന്നും മിണ്ടുന്നില്ല, പാവമല്ല. അവനങ്ങ് സങ്കടം വരിക. അപ്പോൾ അവിടെ ഇന്ന് ടീച്ചേഴ്സൊക്കെ വിളിച്ച് പറഞ്ഞു, ടെൽ വാലസ്. എന്താ? നോ പ്ലേസ്. എല്ലാവരും കൂടെ പറഞ്ഞപ്പം വാലസ് കഷ്ടപ്പെട്ട് പറഞ്ഞു, സോറി, നോ പ്ലേസ്. ജോസഫും മറിയത്തെയും കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് പോവുക. വാലസ് ഹീ സപ്പോസ് ടു ക്ലോസ് ദ ഡോർ അല്ലേ? അവൻ നാടകത്തിൽ എന്തോ അടയ്ക്കണം, കഥ അടയ്ക്കണം. പക്ഷേ അവൻ കഥ അടച്ചില്ല. അവനിങ്ങനെ നോക്കി നിൽക്കുക. ഇവനങ്ങ് കരയാൻ തുടങ്ങി. പാവേ, നാടകം അന്ന് മറന്നുപോയി. വാലസ് പാവമല്ലേ. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ കൊട്ടി. ജോസഫ് തിരിഞ്ഞു നോക്കി, ബാ എൻ്റെ മുറി തന്നേക്കാമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ നാടകം മുമ്പോട്ട് പോകും? ഇടയന്മാർ വരണ്ടേ, വിദ്വാന്മാർ വരണ്ടേ, പൊന്നമ്മൂരും കുന്തിരിക്കവും കാഴ്ച വെക്കണ്ടേ? ഇതൊക്കെ ഇനി എന്തോ ചെയ്യും? എല്ലാം നാടകം തീർന്നു. വാലസ് പറഞ്ഞ് എന്തോ ഉണ്ട്, ഇനി നാടകം മുമ്പോട്ട് പോകാൻ ഒക്കുവോ? ഇല്ല. പക്ഷേ ജനങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ചു. ആ പ്രാവശ്യത്തെ ഏറ്റവും നല്ല നാടകമായിട്ട് തിരഞ്ഞെടുത്തു. എന്താ കാര്യം? പാവം വാലസ് പറഞ്ഞു, എൻ്റെ മുറി തന്നേക്കാം. ഇതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക. എൻ്റെ സ്ഥലം എവിടാ? ഹൃദയത്തിൽ. എവിടെ? നമ്മളിപ്പം പിള്ളേരൊക്കെ പറയത്തില്ലേ, അവൻ എൻ്റെ ചങ്കാന്നൊക്കെ പറയത്തില്ലേ? ആ ചങ്കിനകത്തോട്ട് ആരെ സ്വീകരിക്കണം? കർത്താവിനെ സ്വീകരിക്കണം. അതിൻ്റെ പേരാണ് എന്ത്? രക്ഷിക്കം. ഇറ്റ്സ് ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. ക്രിസ്ത്യ ജീവിതം ഒരു ബന്ധമാണ്. ഈ ചങ്കിനകത്ത് നമ്മൾ പറയണം, ആരുണ്ട് ഇടം? നമുക്ക് വേണ്ടി ശിക്ഷയേറ്റ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അടിയേറ്റത്. ആ കർത്താവിനെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അത് രക്ഷയ്ക്കായി വായി കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ചങ്കോട് കൈവച്ചിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ്, എനിക്ക് വേണ്ടി ശിക്ഷയേറ്റ എൻ്റെ കർത്താവിനെ എൻ്റെ ചങ്കിൻ്റെ ചങ്കാക്കി. നമ്മുടെ കർത്താവ് ക്രിസ്തു നിങ്ങളുടെ ചങ്കായ ഉണ്ടല്ലോ, ചങ്കിൻ്റെ ചങ്കായ, പിന്നെ ആ ബന്ധം ആരും മുറിക്കാൻ ഒക്കത്തില്ല. യേശുവിനെ ഹൃദയത്തിലോട്ട് വിശുദ്ധീകരിച്ച് സ്വീകരിക്കണം. രണ്ട് കൈയും മക്കളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ചേ. എൻ്റെ പൊന്നോനും മക്കളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറ, അങ്ങൻ്റെ ചങ്ക കർത്താവ് എന്ന് പറ. ആ വാക്ക് പിള്ളേർക്ക് മനസ്സിലാവും. അങ്ങൻ്റെ ചങ്കല്ലേ? ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ചങ്ക. ആ ചങ്ക് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ?
മക്കളെ ആ ചങ്ക ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കർത്താവിനെ മാത്രം ഇരുത്തിക്കേ, കർത്താവിനെ മാത്രം ഇരുത്തിക്കേ, കർത്താവിനെ മാത്രം ചങ്കായിട്ട് സ്വീകരിച്ചേ. അതിൻ്റെ പേരാണ് എന്ത്? രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെടുക. കരം നെഞ്ചത്തോട് വീണ്ടും പ്രാർത്ഥിച്ച് 1 മിനിറ്റ് എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. നമുക്ക് വേണ്ടി അടിയേറ്റില്ല. എന്തിനായിരുന്നു കുറ്റം? കുറ്റം എന്തായിരുന്നു മക്കളെ? കുറ്റമില്ല. അടിക്കുക മാത്രമല്ല, മുൾക്കിരീടം ധരിപ്പിച്ചു, അവൻ്റെ മുഖം മീശ പിഴുതു പറിച്ചു, മുഖത്ത് തുപ്പി, എന്നിട്ട് ഭാരമുള്ള മരക്കുരിശു എടുത്തുകൊണ്ട് ഗാഗുൽത്ത വരെ നടത്തിച്ചു. പോകുന്ന വഴിക്ക് വീണും എഴുന്നേറ്റു. വീണ് പോകുമ്പോൾ ചിലപ്പം ഭാരമുള്ള മരക്കുരിശ, അപ്പം വീണാൽ പുറമോട്ട് വീഴുമോ? ഇവിടെ ഭാരം ഇരിക്കുക, വീഴുമ്പോൾ മുമ്പോട്ട് വീഴുമോ പുറമോട്ട് വീഴുമോ? ഇവിടെ ഭാരം ഇരിക്കുക, മുമ്പോട്ട് വീഴുമോ പുറമോട്ട് വീഴുമോ? ഗസിറ്റ്. ഇവിടെ ഭാരം ഇരിക്കുക, വീണാൽ മുമ്പോട്ട് വീഴുമോ പുറമോട്ട് വീഴുമോ? മുന്നോട്ടേ വീഴത്തുള്ളൂ. മുന്നോട്ട് വീഴുമ്പോൾ മുഖം അടിച്ചായിരിക്കും വീഴുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, അവനെ കണ്ടാൽ ആളറിയത്തില്ല, അവൻ വിരൂപനായി. എന്തിനാ വിരൂപനായത്? പാപം വിരൂപപ്പെടുത്തിയ നമ്മുടെ ആത്മസൗന്ദര്യം വീണ്ടെടുക്കാൻ, നമ്മുടെ ബന്ധം വീണ്ടെടുക്കാൻ, നമ്മുടെ ബന്ധം വീണ്ടെടുക്കാൻ യേശു നമുക്ക് വേണ്ടി അടിയേറ്റു. ഇന്ന് രാത്രി എത്ര പേരാ യേശുവിനെ ഹൃദയത്തെ വിശുദ്ധീകരിക്കും? ഹൃദയത്തോട്ട് കൈവച്ച് പറയാൻ, യേശുവേ അങ്ങൻ്റെ കർത്താവ്, അങ്ങൻ്റെ ദൈവം, അങ്ങൻ്റെ ചങ്ക, അങ്ങൻ്റെ ചങ്കായി, നമ്മുടെ ചങ്കിൻ്റെ ചങ്കായി നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവ്. അങ്ങനെ കർത്താവ് ചങ്കിൻ്റെ ചങ്കായ ഗുണമുണ്ട് മക്കളെ. കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ്, ദൈവം നമുക്ക് പിതാവാകും ക്രിസ്തുവിലൂടെ. പിതാവാകും, പിതാവാകും. കാൺമീൻ, നാം ദൈവം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരാകാം? ദൈവ മക്കളാകാം. അപ്പം ദൈവം ആരായി? ദൈവം ആരായി? പിതാവായി. ദൈവം ആരായി? പിതാവായി. എനിക്കത് പറയാൻ ഭയങ്കര 1000 നാവാണ്. 1000 നാവാണ്. കാരണമുണ്ട് കേട്ടോ. എല്ലാ മനുഷ്യരും ഒരു പരിധി വരെ അനാഥർ. നമ്മൾ ഈ അനാഥർ എന്നൊക്കെ പറയുമ്പം സാധാരണ കുഞ്ഞുങ്ങളെയാണ് പറയുക, അല്ലേ? പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു 65 വയസ്സുള്ളൊരു മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയുക, പാസ്റ്ററെ എനിക്ക് ആരുമില്ല. ഞാൻ അത്ഭുതപ്പെട്ടു, ഇയാൾക്ക് ആരുമില്ലേ? അന്നേരം പറയുക, 90 വയസ്സുള്ള അപ്പച്ചനും പോയി, 88 വയസ്സുള്ള അമ്മച്ചിയും പോയി, ഞാൻ ആ കാര്യമില്ല. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, എവരിബഡി ഈസ് അൻ ഓർഫൻ അറ്റ് എനി ടൈം. എനിബഡി ക്യാൻ ബി അൻ ഓർഫൻ. അവരെ അഡൽട്ട് ഓർഫൻ എന്നാണ് വിളിക്കുന്നത്. പ്രായത്തിൽ അപ്പനും അമ്മയും മരിച്ചാൽ പിന്നെ അവരും ആരാ? അനാഥര. അമേരിക്കൻ മലയാളിയോട് ചോദിക്കണം, നാട്ടിൽ പോകുന്നുണ്ടോ? ഓ, ആരുമില്ല. അമേരിക്കൻ മലയാളിയും പറയും, UK മലയാളിയും പറയും, നാട്ടിൽ പോയിട്ടൊന്നുമില്ല. എന്തോ കാര്യം? ആരും ഇല്ല. എത്ര പ്രായമായാലും അപ്പനും അമ്മയും പോയാൽ പിന്നെ ആരാ ഉള്ളേ? ആരുമില്ല. പക്ഷേ ക്രിസ്തു പറഞ്ഞു, ഏത് പ്രായത്തിലും നീ അനാഥനാകത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. അനാഥനായി വിടാത്ത ദൈവം പിതാവാകും. ദൈവം പിതാവായ പിന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ദൈവം പിതാവാകും. എനിക്ക് ക്രിസ്തു ഒരറിവായിരുന്നു. അപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്ന ക്രിസ്തു ഉണ്ട്. നരകത്തിൽ കൊണ്ടുവന്ന ക്രിസ്തു, അടിക്കുന്ന ക്രിസ്തു, ശിക്ഷിക്കുന്ന ക്രിസ്തു. കാലം മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊന്നുമല്ല കർത്താവ്. എൻ്റെ കണ്ണ് നിറഞ്ഞ ക്രിസ്തു അറിയും. 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞ ആ രാത്രി, ആ ദിവസങ്ങൾ വല്ലാത്ത അതിഭീകരത. കുറേ നാൾ ക്യാമ്പൊക്കെ ആയിട്ട് പോയി. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഹോളിൻ്റെ അടിയിലും വെള്ളം കയറി. അത് ഞാനൊന്ന് റിനോവേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് എങ്ങും എത്തുന്നില്ല, പൊളിച്ചിട്ടതല്ലാതെ. ചള്ള കുത്തി കിടക്കുന്ന സ്ഥലം. ഒരു രാത്രി ഭയം എന്നെ ബാധിച്ചു. ഞാനിങ്ങനെ ഭയപ്പെടുന്ന വ്യക്തിയല്ല നോർമലി. വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. 100 കണക്കുള്ള പേരുടെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ദേഹത്ത് ആയുധം വെച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പേടിച്ചിട്ടില്ല. എൻ്റെ ദേഹത്ത് ആയുധം വെച്ച് ഒരു പയ്യൻ എന്നെ രാത്രി നിർത്തി. ഞാൻ കൂളായിട്ട് നിന്നു. അവൻ്റെ കൈ കഴിച്ചപ്പോൾ അവൻ പോയി. എനിക്കൊരു പേടി, എനിക്ക് ഭയങ്കര ചിരിയാണ് തോന്നി. ഒന്നും തോന്നി, എനിക്കങ്ങ് കൂളായിട്ട് ഞാൻ നിന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും പേടിച്ചിട്ടില്ല. പക്ഷേ ആ രാത്രി ഒരു ഭയം പിടിച്ചു. ഭയം ഒരു ദുഷ്ടാത്മാവാണ്. ഭയം എന്നെ പിടിച്ചു. എന്നെ വല്ലാത്ത ഇടിപ്പ്. നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടായിരിക്കും, ഇടിപ്പ് കൂടുന്നു, നമുക്ക് കേൾക്കാം നമ്മുടെ നെഞ്ചിടിക്കുന്നത്. എനിക്ക് മനസ്സിലായി, ഭയം എന്നെ വേട്ടയാടുക. ഞാൻ എൻ്റെ ഹോളിൽ പോയി കിടന്നു. എൻ്റെ ഒരു കൂട്ടുകാരനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അദ്ദേഹം വന്നു. വെളുപ്പിനെ 3 മണി വരെ അദ്ദേഹം, ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഹോളി ഇരുന്ന് പ്രാർത്ഥിക്കുക, നീ കഥ അടച്ചു. ഹോളി ഇരുന്നു. എൻ്റെ കൂട്ടുകാരൻ വന്നു. വെളുപ്പിനെ അദ്ദേഹം പോയപ്പോഴാണ് ഞാനൊന്ന് കിടന്ന്. കണ്ണിലോട്ട് ഉറക്കം കയറുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ച ഒരാൾ വിളിക്കുന്നു, മുറ്റത്ത് ഇപ്പുണ്ട്, അച്ചാച്ചനെ കാണണമെന്നാണ് പറയുന്നത്. കണ്ടിട്ട് ഒരു വിശ്വാസിയാണ്, ചെല്ലണം. ഞാൻ ഓടിച്ചെന്നു. നോക്കിയപ്പോൾ ഒത്തിരി ദൂരെ നിന്ന് വന്നതാ. ഞാൻ ചോദിച്ചു, എന്താ വന്നേ? ഒന്നുമില്ല. അദ്ദേഹം ഒരു പരിങ്ങൽ. പിന്നെ പുള്ളി പറഞ്ഞു, എന്നാൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോട്ടെ. ശരി, പക്ഷേ ഇവിടെ വെളുപ്പിനെ ആകുമ്പം കാണുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വെളുപ്പിനെ വന്നോ. നേരം വെളുത്തില്ല മക്കൾ, ഇത്രയും ദൂരെ നിന്ന് വന്ന പ്രാർത്ഥിക്കാൻ നേരത്തെ ദാസൻ എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ?
ഞാൻ ചോദിച്ചു എന്നാ കാര്യം? ഒന്നുമില്ല പാസ്റ്റേ, രാത്രി പേടിച്ചു എന്ന് പറ. ഞാൻ പറഞ്ഞു പേടിച്ചു. രാത്രി 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, റാന്നിയിൽ എൻ്റെ മകൻ പ്രിൻസ് പാസ്റ്റർ പേടിച്ചിരിക്കുന്നു, നീ ചെന്ന് പറയണം, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് പറഞ്ഞപ്പം ഞാൻ കണ്ട് എൻ്റെ ചങ്കിനകത്തുനിന്ന് ഈ ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുന്നു. ഞങ്ങൾ ഈ പാസ്റ്റർമാർക്കൊരു ഗതികേടുണ്ട് കേട്ടോ. ഗതികേടാ, സത്യത്തിൽ ഗതികേടാ. വിശ്വാസിക്കൊരു പ്രശ്നം വന്നാൽ ആരോട് പറയും? പാസ്റ്ററോട്. എത്രയോ ഞങ്ങളുടെ അച്ചാച്ചന്മാർ വന്ന് എന്നോട് പറയും, അച്ചായന്മാർ, അവളെ ഇടത്തൂട ഒരാഴ്ചയായി മിണ്ടുന്നില്ല. എൻ്റെ പൊന്ന് പാസ്റ്റർ, ഞാൻ പറഞ്ഞെന്ന് പറയരുത്, പറഞ്ഞാൽ പിന്നെ അതിനാശം വെള്ളപ്പൊക്കമോ. ഒന്നും അറിയാത്ത പോലെ ഒന്ന് കയറി വന്ന് ഒന്ന് സെറ്റാക്കി പോകണം. നമ്മളെ ചെന്ന് ഒന്നും അറിയാത്ത പോലെ സെറ്റാക്കി വരും. പ്രാർത്ഥിക്കാൻ നേരത്തെ വരും, ആത്മാവ് പറയുന്നു 2 പേരും കൂടെ കൈ ഒന്ന് കോർത്ത് പിടിച്ചേ, തീർന്നു. ഇതൊക്കെ നമ്മുടെ അവർ നമ്മളോട് പറയും. എൻ്റെ ഭാര്യയെ ഞാനും കൂടെ പിണങ്ങിയാൽ ഞാൻ ആരോട് പറയും? ആരോട് പറയും? സെക്രട്ടറിയോട് പറയല്ലേ, 8ൻ്റെ പണി കിട്ടും. സകല പിള്ളേർ എവിടെയെങ്കിലും ഒന്ന് പ്രേമിച്ചാൽ നമ്മളോട് പറയും, പക്ഷേ എവിടെയോ ഒന്ന് കുരുങ്ങിയിട്ടുണ്ട്, നമ്മളങ്ങോട്ട് പിടിച്ച് ഒരൊറ്റ പൊട്ടിര. ഇൻ ദ നെയിം ഓഫ് ജീസസ്, വശീകരണത്തിൻ്റെ ദുഷ്ടശക്തിയെ പൊട്ടിച്ച് അതങ്ങ് പൊട്ടിപ്പോവും. അത് പൊട്ടിപ്പോവും മക്കളെ, പൊട്ടിപ്പോവും. കളിക്കരുത്, അത് വേറെ കാര്യം. പൊട്ടിച്ച് ഞങ്ങൾ ദൂരെ കളയും. ഞാൻ നിങ്ങളോട് സങ്കടത്തോട് ചോദിക്കുക, എൻ്റെ കൊച്ചു കുരുക്കിപ്പെട്ട ഞാൻ ആരോട് പറയും? ഉള്ള പറ. എൻ്റെ സെൻറ്ററിലെ ദേവദാസന്മാരോട് എനിക്ക് പറയാനൊക്കോ? എൻ്റെ പാസ്റ്ററോട്, വിശ്വാസിയോട് എനിക്ക് പറയാനൊക്കോ? ഒറ്റ കാര്യമൊക്കത്തുള്ളൂ, ഞാനും ഭാര്യയും കൂടെ ഉരുളും കിടന്നു. അതാണ് ദൈവദാസൻ. അങ്ങനെ ഒരു സ്വകാര്യമായ സങ്കടത്തിൽ ഞാനിരിക്കുക. രാത്രി 2 മണിയായി, എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം. ഞങ്ങളുടെ ഹോൾ അറിയാവുന്നവർക്കറിയാം, ഒത്തിരി മക്കൾ രാത്രി പ്രാർത്ഥിക്കാൻ വരും. അവരാരും കാണരുത് തന്നെ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് എൻ്റെ തിണ്ണയിരിക്കുക, ആരും അറിയണ്ട. 2:45 പുല്ലൂന്നൊരു സാമച്ചൻ പാസ്റ്ററുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒത്തിരി നാളായി വിളിച്ചിട്ട്. അന്ന് അങ്ങനെ റെഗുലർ കോണ്ടാക്റ്റ് ഒന്നുമില്ല, വല്ലപ്പോഴൊക്കെ കാണും, സ്നേഹിക്കും. പുള്ളി എന്നെ 2:45 വിളിച്ചു. എപ്പോഴാ? രാത്രി 2:45. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. എന്നാ ചായ? മോൻ്റെ കല്യാണം വിളിക്കാനാ. 2:45 വെളുപ്പിനെ 2:45 സത്യം. ഞാൻ ചോദിച്ചു, അച്ഛൻ അമേരിക്കയിൽ നിന്നാ? ഓ, പുല്ലൂന്ന് 2:45 ആരെങ്കിലും കല്യാണം വിളിക്കുമോ? പറ. ഞാൻ ചോദിച്ചാൽ എന്നാ? അത് അവിടെ നിൽക്കട്ടെ, കൊച്ചിൻ്റെ കല്യാണം. ഞാൻ നിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ച് പ്രിൻസേ, അതുകൊണ്ട് പിന്നെ വിളിച്ചപ്പോൾ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. അതിനല്ല വിളിച്ചത്. പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തി, ഒരു ദർശനം കാണിച്ചുകൊണ്ടാണ് ഉണർത്തിയത്. അതിപ്പം തന്നെ പറയണമെന്ന് ആത്മാവ് പറയുന്നു. അതിനാ നിന്നെ ഞാൻ വിളിച്ചത്. നീ ഉണർന്നിരിക്കുമോ എന്ന് ആത്മാവ് പറഞ്ഞു. ഞാൻ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരുന്നോ അതിൻ്റെ ഉത്തരം 2:45 ഉണർത്തി പറഞ്ഞു. എനിക്ക് എൻ്റെ കർത്താവിനെ അറിയാം മക്കളെ, എൻ്റെ കണ്ണ് നനഞ്ഞാൽ അറിയും. അതാ ഈ ദൈവം പിതാവായ ഇതൊരു ബന്ധ. രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്? യേശുവുമായിട്ട് ഈ ഒരു ബന്ധം ഉണ്ടായ കണ്ണ് നനഞ്ഞാൽ അറിയും. കണ്ണടച്ച്. അതുകൊണ്ട് ആ പാവം സാധു പാടി, എൻ്റെ നാട്ടിൽ ഇരുന്നുകൊണ്ട്, എൻ്റെ ജില്ലയിൽ ഇരുന്നുകൊണ്ട് പാടി, പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രമാണ്.